ഹലോ ഹായ് നമസ്കാരം. പുതിയൊരു റീൽ റിയാക്ഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ചധികം ദിവസമായി നമ്മൾ റീൽ റിയാക്ഷൻ വീഡിയോ ഒക്കെ ചെയ്തിട്ട്. അപ്പോൾ ഇന്ന് നമ്മുടെ കയ്യിൽ കുറേ റീൽസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഓരോരോ റീലുകളായിട്ട് കണ്ടുപോകാം. ഫസ്റ്റ് റീലിലേക്ക്. അവർക്ക് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ അവരെന്തോ നെറ്റ്ഫ്ലിക്സിന്റെ ഒരു പ്രീമിയം സബ്സ്ക്രിപ്ഷൻ എടുത്ത് വെച്ച പോലെയാണ്. എല്ലാം കൊണ്ടും അവർക്ക് അതിന്റെ ബെനിഫിറ്റ്സ് കിട്ടിയിരിക്കണം. അവരുടെ പാർട്ട്ണർ ലോയൽ ആയിരിക്കണം. അവിടെ പാർട്ട്ണർ ഇങ്ങോട്ട് തിരിഞ്ഞാൽ പറയണം, അങ്ങോട്ട് ചാടിയാ പറയണം, ഇങ്ങോട്ട് മറിഞ്ഞാൽ പറയണം. അങ്ങനെ മൊത്തത്തില് ലോയൽ ആയിരിക്കണം എന്ന ഇവരുടെ ഓൺ ബിഹേവിയർ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടിയിരിക്കുന്നു. ഈ വീഡിയോ ട്രോളമ്മാവൻസ് 2.0 എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ വന്നതാണ്. അവർ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കണ്ടൻറ് ക്രിയേറ്ററിൻ്റെ ഒറിജിനൽ വീഡിയോ ഉണ്ട്. ആ വീഡിയോയുടെ താഴെ വന്നിട്ടുള്ള കമൻസിനെയൊക്കെ സ്ക്രീൻഷോട്ട് എടുത്ത് ഹൈലൈറ്റ് ചെയ്ത് ഇങ്ങനെയാണ് ആൾക്കാർ കമൻറ്റ് ചെയ്യുന്നതെന്ന് പറയുന്ന വീഡിയോ ആണ്. ഞാൻ ഇത് ജസ്റ്റ് മ്യൂട്ട് ചെയ്തിട്ട് ഇതിലെ കമൻസ് ഒന്നുകൂടി വായിച്ചു തരാം, ശ്രദ്ധിക്കാത്ത ആളുകൾക്ക്. ഇതെന്താ ജേഴ്സി പശുവോ, അകിട് വീർത്ത പശു, എന്താണ് പറയുന്നത്, ഫേസ് മാത്രം കാണിച്ച് വീഡിയോ ചെയ്താൽ മതി, കാണാൻ ബോറാണ്, പാണ്ടിപ്പട സിനിമയിൽ സലിംകുമാർ മയിലിൻ്റെ വേഷം കെട്ടി നിൽക്കുന്ന പോലെയുണ്ട്, പിന്നെ വായിക്കാൻ ഒട്ടും കൊള്ളില്ലാത്ത ഒരു പക്ഷേ നമ്മുടെ ഈ ചാനലിലെ സബ്സ്ക്രൈബർ ബേസ് വെച്ച് നോക്കുമ്പോൾ ഒരു തരത്തിലും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അത്രയും ദേഷ്യം വരാനൊക്കെ സാധ്യതയുള്ള ഒരുപാട് ട്രിഗറിങ് ആയിട്ടുള്ള കമൻസ് ഒക്കെ ഇതിനകത്ത് വന്നു പോകുന്നുണ്ട്. ഈ കമൻ്റ് ഇടുന്ന ആളുകളൊക്കെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ നമുക്ക് ഭയങ്കര ആഗ്രഹം തോന്നുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. അതിലൊന്ന്, നാച്ചുറലി ബ്രസ്റ്റ് സൈസ് കൂടുതലുള്ള സ്ത്രീകളുണ്ട്. അതുപോലെ പ്രസവാനന്തരം എന്ന് പറയുന്നത് ഒരു സ്ത്രീയുടെ ശരീരത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കും. അതിൽ നാച്ചുറലി സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് ബ്രസ്റ്റ് സൈസ് ചേഞ്ച് ആവുക എന്നുള്ളത്. ഈ കാരണങ്ങളൊക്കെ അറിയാമായിരുന്നിട്ട് ഈ കമൻ്റ് ഇടുന്നവന്മാർക്കൊന്നും ഇത് അറിയാത്തതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ ഇതൊക്കെ അറിയാമായിരുന്നിട്ടും ഒരു സ്ത്രീയുടെ ശരീരഭാഗത്തെക്കുറിച്ച് എനിക്ക് കമൻറ്റ് ചെയ്യാം എന്ന് പറയുന്ന ആ വൃത്തികെട്ട ചിന്താഗതി ഉണ്ടല്ലോ, അല്ലെങ്കിൽ അവരൊരു കണ്ടൻറ്റ് പറഞ്ഞല്ലോ, അതിനെക്കുറിച്ച് ഇവിടെ സംസാരിക്കാനില്ല, അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരവില്ല, ഇതൊന്നുമല്ല അവിടുത്തെ പ്രശ്നം. അവരുടെ ശരീരത്തിൻ്റെ അവസ്ഥയാണ് ഇതിൽ ഏറ്റവും വലിയ കോമഡി. എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ നാട്ടിൽ ബ്രസ്റ്റ് സൈസ് കുറവുള്ള ഒരു പെൺകുട്ടിയാണ് ഇതുപോലൊരു വീഡിയോ ചെയ്യുന്നതെങ്കിൽ, അയ്യോ ഒന്നുമില്ലല്ലോ, ഫ്ലാറ്റ് ആണോ എന്നൊക്കെ ചോദിച്ചിട്ട് അവളെ ആ കാര്യത്തിൽ കളിയാക്കുന്ന, ആ രീതിയിൽ കളിയാക്കുന്ന ആളുകളാണ്. കൂടിപ്പോയാലും പ്രശ്നം, കുറഞ്ഞിരുന്നാലും പ്രശ്നം. നിങ്ങളൊരു കാര്യം ചെയ്യും, കമൻ്റ് ഇടുന്ന ആളുകളൊക്കെ കൂടിയിട്ട് ഒരു സൈസ് ഫിക്സ് ചെയ്യും. ഒരു പെൺകുട്ടി ഈ പ്രായത്തിൽ അല്ലെങ്കിൽ കണ്ടൻറ് ക്രിയേറ്ററായിട്ട് വരുന്ന സമയത്ത് ഇത്രയ്ക്കിത്രയാണ് വേണ്ടത്, ഇത്രയ്ക്കിത്രയുള്ളൊരു പെൺകുട്ടിക്കൊപ്പമേ ജീവിക്കുള്ളൂ എന്നൊരു തീരുമാനം എടുക്കുക. ഈ കമൻ്റ് ഇടുന്നവന്മാർക്ക് രണ്ട് പ്രശ്നങ്ങളാണുള്ളത്. അതിലൊന്നാമത്തത് അവന്മാരുടെ മാത്രമല്ല, മൊത്തത്തിൽ നമ്മുടെ സമൂഹത്തിൻ്റെ പ്രശ്നമാണ്. ഒരു മനുഷ്യജീവിയുടെ ശരീരം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അഴകളവുകൾ ഇങ്ങനെ ഇരിക്കണം. അതിൽ ഏറ്റവും കൂടുതൽ ഷെയ്മിങ് ഏറ്റുവാങ്ങേണ്ടി വരുന്നത് പെൺകുട്ടികളാണ്. ആൺപിള്ളേർക്ക് ഈ വയറിൻ്റെ വലിപ്പം, അതുപോലെ ചെസ്റ്റിൻ്റെ ഷേപ്പ്, ഇതിൻ്റെ ഒക്കെ പേരിൽ ഒരുപാട് കളിയാക്കലുകൾ കേൾക്കേണ്ടി വരും. ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് എന്തൊക്കെയാണ് ഇവിടെ കമ്പയർ ചെയ്യാത്തതെന്നാണ്. ഞാൻ മുമ്പ് വർക്ക് ചെയ്തിരുന്നൊരു ഓഫീസിൽ ആ പെൺകുട്ടിയുടെ തൊടയുടെ സൈസ് വലുതാണ്. എനിക്കിത് പറയേണ്ടി വരുമ്പോൾ ഭയങ്കര വിഷമമുണ്ട്. തൊടയുടെ സൈസ് വലുതാണ്. അപ്പം ഈ ആണുങ്ങൾ മാത്രം ഇരിക്കുന്ന ഒരു ചർച്ച ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഇടയിൽ പറയുന്നത് ആ പെൺകുട്ടിയുടെ ഫസ്റ്റ് നൈറ്റിൽ വരേണ്ട അവസ്ഥ എന്തായിരിക്കും എന്നാണ്. ഇവന്മാർക്കൊന്നും ഒരാവശ്യമില്ല അതിനെക്കുറിച്ച് ചിന്തിക്കാനോ ചർച്ച ചെയ്യാനോ വേണ്ടിയിട്ട്. പക്ഷേ അതാണ് ആലോചിക്കുന്നത്. ഇനി ഒരു പെൺകുട്ടിയുടെ ബ്രസ്റ്റ് സൈസ് ആണെങ്കിൽ അത്, ലിപ്പിൻ്റെ സൈസ് ആണെങ്കിൽ അത്, കണ്ണിങ്ങനെയാണ്, ചെവി ഇങ്ങനെയാണ്, കൈ ഇങ്ങനെയാണ്, വയറിങ്ങനെയാണ്, ഇതൊന്നും കാണാൻ പറ്റാത്തതിനെ സങ്കല്പിച്ചുണ്ടാക്കി അതിനെക്കുറിച്ച് കമൻ്റ് അടിക്കുക. കാണുന്നതിനെ അതിനെ ഉപയോഗിച്ച് തമാശകൾ ഉണ്ടാക്കുക, അല്ലെങ്കിൽ അതിനെ അവഹേളിക്കുക. അതിൻ്റെ പേരിൽ ഈ പെൺകുട്ടിയോട് തന്നെ ചിലപ്പോൾ ജഡ്ജ് ചെയ്യുന്ന ചില കമൻറ്റുകളൊക്കെ ചെന്ന് പറയും, അതെ ഈ ഭാഗം കുറച്ച് ഇങ്ങനെയാണ്, ഇങ്ങനെ ശ്രദ്ധിച്ചാൽ ചിലപ്പോൾ ശരിയാവുമായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട്. ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് പല കാരണങ്ങൾ കൊണ്ടാണ്. അയാളുടെ ശാരീരികാവസ്ഥ, ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അയാൾ നേരിടുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ടുള്ള മാറ്റങ്ങൾ ഒത്തിരി കാര്യങ്ങളുണ്ടാവും. പക്ഷേ ഉപദേശം എന്ന വ്യാജേനയും അല്ലാതെയും ബോഡി ഷെയിം ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുകയാണ്. ഇനി രണ്ടാമത്തെ കാര്യം എന്താ പറയുക, പോൺ മൂവീസാണ്. ഇവന്മാരെല്ലാം കുത്തിയിരുന്ന് കുറേ പടങ്ങൾ കണ്ടിട്ടുണ്ട്. ആ പടങ്ങളിൽ സ്ത്രീകളെ പോർട്രേ ചെയ്യുന്ന ഒരു രീതിയുണ്ട്. ആ രീതിയിൽ വരുന്ന സമയത്ത് അത് ഇതിനൊക്കെ ഉള്ളതാണ് എന്ന് പറയുന്ന പോലത്തെ ഒരു ചിന്താഗതി ഉള്ളിൽ കിടപ്പുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണെന്ന് വെച്ചാൽ, ഒരു സ്ത്രീയുടെ ശരീരം കാണുമ്പോൾ കമ്പയർ ചെയ്ത് കമൻ്റ് അടിച്ച് അതിനെ മറ്റെന്തെങ്കിലുമൊക്കെ ആയിട്ട് ഉപമിച്ച് അവരുടെ ശരീരം എങ്ങനെയാണെങ്കിലും അത് അവർ സഹിച്ചു. അതിൽ വേറെ ആർക്കും വലിയ വോയിസ് ഒന്നുമില്ല. പിന്നെ ഈ കമൻ്റ് ഇടുന്ന ആൺപിള്ളേരെ മാത്രം കുറ്റം പറയണം എന്ന് ഞാൻ പറയില്ല. പല നാടുകളിലും കല്യാണപ്രായമാവുന്ന സമയത്ത് ഒരു പെൺകുട്ടിക്ക് ഈ ബ്രസ്റ്റ് സൈസും അതുപോലെ ബാക്കും ഇതൊന്നും അവരുദ്ദേശിക്കുന്ന പോലെ, അതായത് ഈ ബന്ധുക്കൾ ആൻറ്റിമാരൊക്കെ ഉദ്ദേശിക്കുന്ന അത്രയൊന്നും ഇല്ലെങ്കിൽ അതിൻ്റെ പേരിൽ ഇനി കല്യാണം നടന്നില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഇതൊക്കെ വലുതാക്കാൻ വേണ്ടിയിട്ട് പെൺകുട്ടികൾക്ക് ഓരോ ലേഹ്യവും സാധനങ്ങളൊക്കെ അരച്ച് കലക്കി കൊടുക്കും. ഇതെന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടാക്കുന്നതാണോ, അതിന് എന്തെങ്കിലും എഫക്റ്റ് ഉണ്ടോ എന്ന് സയൻറ്റിഫിക്കലി ഇവർക്കൊന്നും ഒരു ധാരണയില്ല. പക്ഷേ ഇതൊക്കെ കഴിച്ച് ആ ശരീരം അങ്ങോട്ട് പുഷ്ടിപ്പെട്ട് നിന്നാലാണ് പെട്ടെന്ന് കല്യാണം നടക്കുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ പെൺകുട്ടികളെ ഉപദ്രവിക്കും, അല്ലെങ്കിൽ ഇതിൻ്റെ പേരിൽ കമൻ്റ് അടിക്കും. അവരുടെ പെർസ്പെക്റ്റീവ് എന്താണ്?
ഒരു പെൺകുട്ടിയാണെങ്കിൽ കല്യാണം കഴിക്കപ്പെടാനുള്ളതാണ്. കല്യാണം കഴിച്ച് പോകണമെങ്കിൽ അല്ലെങ്കിൽ കല്യാണം കഴിക്കുന്ന പയ്യന് ഇങ്ങനെ കുറച്ച് ആവശ്യങ്ങളൊക്കെ ഉണ്ടാവും. ആ ആവശ്യങ്ങൾക്ക് വേണ്ടി ഈ ശരീരത്തിനെ ഒരുക്കി കൊടുക്കുക എന്ന് പറയുന്ന പ്രോസസ്സാണ് ചെയ്യുന്നത്. അൾട്ടിമേറ്റ്ലി ഇറ്റ്സ് ജസ്റ്റ് ആൻ ഒബ്ജക്റ്റ്, യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സാധനം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് മാത്രമാണ്. സൗന്ദര്യം എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ഇടയിൽ കൂടി തള്ളുമെങ്കിലും അൾട്ടിമേറ്റ് പരിപാടി ഇതാണ്. ചില നടിമാരൊക്കെ ഉണ്ട്, നമ്മൾ കമൻറ്റ് ബോക്സിൽ പോയി കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അവർ സാധാരണ ഒരു ഫംഗ്ഷന് പോകുമ്പോഴും അതുപോലെ ചിലപ്പോൾ വളരെ ഗ്രാൻഡായിട്ടുള്ളൊരു പരിപാടിക്ക് പോകുമ്പോഴും ഒക്കെ പലതരം ഡിഫറെൻറ്റ് ഡ്രസ്സാണല്ലോ ഇടുക. അപ്പോൾ ഏതെങ്കിലും ഒരു ഡ്രസ്സ് ഇട്ടുള്ള വീഡിയോൻ്റെ താഴെ മറ്റേ പരിപാടിക്ക് പോകുമ്പോൾ ഇതിൽ കൂടുതലുണ്ടായിരുന്നല്ലോ, പാഡാണല്ലേ, എല്ലാം വെപ്പാണല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നിങ്ങളൊക്കെ പറഞ്ഞുണ്ടാക്കുന്ന അതിൽ സ്ത്രീ പുരുഷ ഭേദമന്യേ ഇതുപോലെ സ്ത്രീ ശരീരങ്ങളെ അഴകളവിനുള്ളിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ത്വര കാണിക്കുന്ന ആളുകളില്ലേ, ഇവരൊക്കെ ചേർന്നുണ്ടാക്കി വെക്കുന്ന ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ട്. അതിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിലെ പെൺകുട്ടികൾ അനുഭവിക്കേണ്ടി വരുന്ന ഒരു കഷ്ടപ്പാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പീക്ക് ലെവലാണ്. അതൊന്നും പോരാഞ്ഞാണ് ഒരു സ്ത്രീയുടെ ശരീരത്ത് വരുന്ന മാറ്റങ്ങളെക്കുറിച്ച് ചിന്തിക്കാതെ അവൾ പറയുന്ന വിശേഷങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ അവൾ പറയുന്ന ചിന്തകളെക്കുറിച്ച് അതിനെ നമ്മൾ എങ്ങനെ പ്രോസസ്സ് ചെയ്യണമെന്ന് ചിന്തിക്കുന്നതിന് പകരം ആ പറയാൻ വന്നിരിക്കുന്ന പെണ്ണിൻ്റെ ശരീരം മാത്രം വെച്ചിട്ട് അവളെ ജഡ്ജ് ചെയ്യുക, ഉപദേശം എന്നോണം ഇതുപോലെ ചില കമൻറ്റുകൾ പറയാമെന്നൊക്കെ പറയുന്നത് ഇറ്റ്സ് വെരി റോങ്. ഈ കമൻ്റ് ഇടുന്ന ആളുകളൊക്കെ മനസ്സിലാക്കേണ്ടത് അവളുടെ ബ്രസ്റ്റ് അല്ല, നിൻ്റെ ബ്രെയിനാണ് വളരേണ്ടത് എന്നുള്ളൊരു കാര്യമാണ്. വളർന്നാൽ നല്ലത്. നമുക്കിനി അടുത്ത ഇത് ആക്ച്വലി ഒരു പോസ്റ്റാണ് കേട്ടോ. നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരുന്നതിനോട് സിമിലർ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും ഇതിൽ ചേർത്ത് വെക്കേണ്ടതായിട്ടുണ്ട്. ഇങ്ങനൊരു പോസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ടുണ്ടായിരുന്നു, ഒരുപാട് ആളുകൾ കണ്ടിട്ടുണ്ടാവും. മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ എല്ലാവരുടെയും കണ്ണ് പോയിരുന്നത്, കണ്ണെന്ന് എഴുതാനുള്ള വിദ്യാഭ്യാസം പോലും ഇല്ല, പക്ഷേ ഇങ്ങനൊരു പോസ്റ്റ് അടിച്ചിറക്കാൻ ഇങ്ങനെ കുറേ ആളുകളുണ്ട്. 54,000 ലൈക്ക് കിട്ടിയിട്ടുള്ളൊരു പോസ്റ്റാണ്. മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ എല്ലാവരുടെയും കണ്ണ് പോയിരുന്നത് ഈ സുന്ദരിയിലേക്കായിരുന്നു. വേദിയിൽ നിറഞ്ഞു നിന്നിരുന്ന ഈ സുന്ദരിയാണ് ഡോക്ടർ കെ വാസുകി IAS. ഇതിൻ്റെ താഴെ എൻ്റെ മഞ്ഞ റോസ എവിടെ പോയി എന്നൊക്കെ പറയുന്ന പോലത്തെ അങ്ങനത്തെ കുറച്ച് കമൻസ് ഉണ്ട്. അതേപോലെ ഇവരുടെ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക്, വാസുകി മാമിൻ്റെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ അവർ വളരെ സീരിയസ് ആയി സംസാരിക്കുന്ന, ലഹരിക്കെതിരെയൊക്കെ സംസാരിക്കുന്ന വളരെ സീരിയസ് ആയിട്ടുള്ള വീഡിയോസ് ഉണ്ട്. അതിൻ്റെ താഴെ വരെ ഓ ക്യൂട്ടി കുട്ടൂസ് എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ചെയ്യുക, ഇതാണോ പണിക്കർ പറഞ്ഞ പെൺകുട്ടി, അവസാനം ഇൻസ്റ്റാഗ്രാം എന്നെ ഇവിടെ എത്തിച്ചു എന്നൊക്കെ പറയുന്ന കമൻ്റ് ഇടുന്ന വിവരമില്ലാത്ത വെളിവില്ലാത്തവന്മാരെയൊക്കെ എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ. ഞാൻ പറയുന്നത് നമുക്കൊരാളുടെ, ഒരു വ്യക്തിയുടെ സൗന്ദര്യം, അവരുടെ ബാഹ്യ സൗന്ദര്യം ആസ്വദിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. സുന്ദരിയെന്ന് നമുക്ക് തോന്നുന്ന അല്ലെങ്കിൽ സുന്ദരൻ എന്ന് നമുക്ക് തോന്നുന്ന ഒരാളുടെ സൗന്ദര്യം ആസ്വദിക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ അവരുടെ എല്ലാ കാര്യങ്ങളെയും നിങ്ങൾ ആ സൗന്ദര്യത്തിലേക്ക് മാത്രം ഒതുക്കിയിട്ട് അതിനെക്കുറിച്ച് അവർ അൺകംഫർട്ടബിൾ ആവുന്ന തരത്തിലുള്ള ജോക്കടിക്കാൻ നിൽക്കുക എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. ഡോക്ടർ കെ വാസുകിയെ ഞാൻ അവരെ പേര് പറയുമ്പോൾ അതിൻ്റെ കൂടെ മാം എന്ന് ചേർത്ത് വെക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നതിൻ്റെ കാരണം 2018 കേരളത്തിൽ പ്രളയം വന്ന് സകലതും നശിക്കും എന്ന് പറയുന്ന പോലത്തെ ഒരു അവസ്ഥയിലേക്ക് ഒരുപാട് ജീവനുകൾ എത്തി നിന്ന സമയത്ത് നമുക്ക് യുവാക്കളെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ആ രക്ഷാപ്രവർത്തനവും അങ്ങോട്ടേക്ക് സാധനങ്ങൾ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞ് ആദ്യത്തെ നടപടി എടുത്തു തുടങ്ങുന്നത് ഡോക്ടർ കെ വാസുകിയാണ്. സിമിലർ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പിന്നീട് ഒരുപാട് പേര് അതിൻ്റെ പേരിൽ പ്രോപ്പർ PR ചെയ്ത് വൈറലായിട്ടുണ്ടായിരുന്നു. പക്ഷേ തിരുവനന്തപുരത്ത് റേഡിയോയിൽ വർക്ക് ചെയ്യായിരുന്ന എനിക്ക്, എൻ്റെ കുടുംബാംഗങ്ങൾ എറണാകുളത്ത് എന്ത് അവസ്ഥയിലായിരിക്കും എന്ന് ടെൻഷൻ അടിച്ചിരുന്ന എനിക്ക്, തിരുവനന്തപുരത്ത് ടെക്നോ പാർക്കിലും ആ സമയത്ത് കോളേജുകളിലും പഠിച്ചുകൊണ്ടിരുന്ന വിദ്യാർത്ഥികൾക്കും ജോലിക്ക് പോകുന്ന യുവാക്കൾക്കും അടക്കം എല്ലാവർക്കും ഡോക്ടർ കെ വാസുകിയെ അറിയാമായിരുന്നു. അവരന്നെടുത്ത ധീരമായ ഒരു തീരുമാനം, അവരുടെ കോർഡിനേഷൻ മികവ്, അത് കേരളം കണ്ട് എന്താ പറയുക കണ്ണു തള്ളിയിരുന്നു പോയൊരു കാര്യമാണ്. അതിനുശേഷം എത്രയോ ആളുകൾ മാതൃകയാക്കിയിട്ടുള്ള കാര്യമാണ്. അതുകൂടാതെ കളക്ടറായിരുന്ന സമയത്ത് അവർ തുടങ്ങി വെച്ച കാര്യങ്ങളൊക്കെ വേറെ ഒരുപാടെന്ന് വെച്ചാൽ നാഷണൽ ഗെയിംസിൻ്റെ സമയത്ത് ശുചിത്വ മിഷൻ്റെ നേതൃത്വം ഏറ്റെടുത്തിരുന്ന വാസുകി മാം ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്നറിയോ, ഈ IAS IPS ഒക്കെ വരുമ്പോൾ ഇവരെല്ലാം നോക്കുന്നത് സൗന്ദര്യമാണ്. കൊച്ചിയിൽ ഇതിനിടയ്ക്ക് ഒരു IPS വന്നിട്ടുണ്ടായിരുന്നു, അവരുടെ ഒരു ഫോട്ടോ, അതിനുശേഷം അവർ ചാർജ് എടുത്തതിന് ശേഷമുള്ള ഫോട്ടോ, അയ്യോ എന്തൊരു ക്യൂട്ടാണ്, എന്തൊരു സുന്ദരിയാണെന്ന് പറഞ്ഞ് ഫാൻസ് അസോസിയേഷൻ. വേറൊരു IAS ഉണ്ടായിരുന്നു, വളരെ യങ് ആയിട്ടുള്ള ഒരാൾ, അതിന് പുറകെ പെൺകോഴികൾ പോകുന്നു എന്ന് പറയുന്ന ആ രീതിയിലുള്ള ഒരു സോഷ്യൽ മീഡിയ പരിപാടി പോകുന്നു. ഇവരെല്ലാവരും ഒരു ദുരന്തം ഉണ്ടാകുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ദുരന്തമാകാവുന്ന സമയത്ത്, നമ്മൾ നേരത്തെ പറഞ്ഞ IAS യുവാവായ IAS എന്ന് പറയുന്നത് ഇവിടെ ഒരു സാമുദായിക ലഹള പൊട്ടിപ്പുറപ്പെടാൻ വരെ സാധ്യതയുള്ളൊരു കാര്യം വന്നപ്പോൾ അതിനെ കൃത്യമായി മാനേജ് ചെയ്തിട്ടുള്ള ആളാണ്. ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ നിങ്ങൾ സൗന്ദര്യം മാത്രം വെച്ച് ജഡ്ജ് ചെയ്യല്ലേ? വാസുകി മാം എന്ന് പറഞ്ഞാൽ ഞാൻ നേരിട്ട് ഇൻ്റർവ്യൂ എടുത്തിട്ടുണ്ട്. ഷീ ഈസ് വെരി എലഗൻറ്റ്. അവർ സംസാരിക്കുന്നത് വളരെ സൂക്ഷിച്ച് ഏറ്റവും ഗംഭീരമായിട്ടാണ്. ഇനി അവരുടെ സൗന്ദര്യത്തെക്കുറിച്ച് നിങ്ങൾക്കും കോംപ്ലിമെൻറ്റ് ചെയ്യാം, അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല. പക്ഷേ വളരെ സീരിയസ് ആയി ഒരാളൊരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ പോയിട്ട് കുട്ടൂസ് എന്നൊക്കെ വിളിക്കുന്നത്
എൻ്റെ അധപ്പതിച്ച ചിന്താഗതിയാണ്. നിങ്ങൾക്ക് ഡോക്ടർ വാസുകിയെ അറിയാത്തതൊരു തെറ്റൊന്നുമല്ല. ഇപ്പോൾ സത്യപ്രതിജ്ഞ ചടങ്ങിൽ കണ്ടപ്പോഴായിരിക്കും അവരെ ശരിക്കും ശ്രദ്ധിച്ചിട്ടുണ്ടാവുക. ദാറ്റ്സ് ഓക്കെ. പക്ഷേ സോഷ്യൽ മീഡിയയിൽ വരുന്ന ഏതെങ്കിലും ഒരു പോസ്റ്റിൽ കാണുന്ന തനിക്ക് സൗന്ദര്യമുണ്ടെന്ന് തോന്നുന്ന ഒരു പെൺകുട്ടിയെ അല്ലെങ്കിൽ ഒരു സ്ത്രീയെ പിന്നീട് കുട്ടൂസായി പ്രഖ്യാപിച്ച് അവരുടെ പുറകെ നടക്കുകയാണ് എന്നുള്ള രീതിയിൽ ഇതുപോലെ ഇതൊക്കെ ഫണ്ണാണ് എന്ന് കരുതി നിങ്ങൾ ചിന്തിക്കുമ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞതാണ്, ബ്രെയിനാണ് കൂട്ടുകാരാ വളരാത്തത്. വിസിറ്റ് ട്രാവൻകൂർ എന്ന് പറയുന്നത്, അതായത് തിരുവനന്തപുരത്തിനെയൊക്കെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു പേജാണ്. അവിടെ പോലും ഇത് തന്നെയാണ്. വേദിയിൽ മന്ത്രിമാർക്ക് സത്യപ്രതിജ്ഞ വാചകമടങ്ങിയ ഫയൽ കൊടുക്കുന്ന ഈ സുന്ദരി എല്ലാവരുടെയും കണ്ണ് ഇവരിലേക്ക്. ഒരു തിരുവനന്തപുരത്തുകാർക്ക് ഇവരെ അറിയില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് യാതൊരു സാമൂഹ്യ ബോധവും ഇല്ല എന്നേ ഞാൻ മനസ്സിലാക്കുള്ളൂ. കാരണം ഇത്രയൊക്കെ കാര്യങ്ങൾ ഇവിടെ നടന്നപ്പോഴും വാസുകി മാം ഇവിടെ ഉണ്ട്. ഇത്രയും കാര്യങ്ങളെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് അവരിവിടെ ഉണ്ട്. എന്താ ചെയ്യുക? നമുക്ക് അടുത്ത റീലിലേക്ക് പോകാം. അച്ഛൻ മുഖ്യമന്ത്രി ഞങ്ങളൊന്നും എല്ലാരും ഇരുത്തട്ടെ. ഭയങ്കര സന്തോഷം. അതുകൊണ്ട് എല്ലാം കൃത്യമായിട്ട് ചെയ്യണം. അതുകൊണ്ടാ സംസാരിക്കാൻ മൊത്തം ഫാമിലിയാണ്, എല്ലാ ഫാമിലി എല്ലാരും ഉണ്ട്. ഞങ്ങളൊന്ന് ഇരിക്കട്ടെ. ഇത് സതീഷിന്റെ സഹോദരിയല്ലേ? അതെ അതെ. സഹോദരൻ മുഖ്യമന്ത്രി ആവുകയാണ്. സഹോദരൻ പിന്നെ സന്തോഷം എന്നല്ലാതെ അവർ വേറെന്തെങ്കിലും പറയണോ? ഈ വീഡിയോ കാണുമ്പോൾ എനിക്ക് പറയാൻ തോന്നുന്നൊരു കാര്യം, നിങ്ങൾ റിപ്പോർട്ടർ TV, ഈ റിപ്പോർട്ടറിനും ഇടയ്ക്ക് 24-നും ഉള്ളൊരു കാര്യമാണ്, എന്തെങ്കിലും ഒരു സാധനം കിട്ടിയ ആദ്യമായി ഇത് റിപ്പോർട്ടറിലൂടെയാണ് വരുന്നത്. മന്ത്രിക്ക് പനി വന്നത് റിപ്പോർട്ടറിലൂടെയാണ് പ്രേക്ഷകർ ആദ്യം കാണുന്നത്, ഞങ്ങളാണ് ആദ്യം എത്തിച്ച്. നിങ്ങൾ ആദ്യം എത്തിച്ചോളൂ, ദാറ്റ്സ് ഗുഡ്. ഒരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്കൊരു വാർത്ത അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പ്രേക്ഷകരിലേക്ക് ആദ്യം എത്തിക്കാൻ പറ്റുന്നു എന്നുള്ളത് നിങ്ങളുടെ വിജയമാണ്. പക്ഷേ സമയവും സാഹചര്യവും നോക്കുക എന്ന് പറയുന്ന ഒരു മിനിമം മര്യാദ കാണിക്കണ്ടേ? മുഖ്യമന്ത്രി VD സതീശൻ്റെ മകളാണിത്. മുഖ്യമന്ത്രിയുടെ സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കുന്നതിന് തൊട്ട് മുമ്പുള്ളൊരു സമയം ഇവർ ഫാമിലി ആയിട്ട് വരുന്നു. അവർക്ക് പോലീസിൻ്റെ സെക്യൂരിറ്റി മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ അവിടെ എത്രയും പെട്ടെന്ന് എത്തി സുരക്ഷാ ജീവനക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പരിപാടിക്ക് മുമ്പ് അവർക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുള്ള സീറ്റിലിരിക്കണം. പിന്നെ ബന്ധുക്കൾ എന്നൊക്കെ പറയുമ്പോൾ വളരെ പ്രായമുള്ള ആളുകളൊക്കെ ഉണ്ടാകും. അപ്പോൾ അവരെയൊക്കെ ഒരു സ്ഥലത്ത് ഇരുത്തുക എന്നുള്ളത് ആ കുടുംബത്തിലെ ഒരു യങ് ആയിട്ടുള്ള ഒരാളെന്നുള്ള നിലയ്ക്ക്, VD സതീശൻ്റെ മകൾ എന്നുള്ള നിലയ്ക്ക് അവർ ചെയ്യേണ്ട ഉത്തരവാദിത്തപ്പെട്ടൊരു കാര്യമാണ്. അത് ചെയ്യാൻ പോകുന്നു, ഞങ്ങളെ വിടൂ എന്നവർ ഏറ്റവും മാന്യമായിട്ട്, എന്ന് വെച്ചാൽ ഒരുപക്ഷെ നമ്മൾ ഈ രാഷ്ട്രീയക്കാർ അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ വരുമ്പോൾ പറയാവുന്നതിൽ ഏറ്റവും മാന്യമായിട്ടാണ് അവർ മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചത്. പക്ഷേ അതിൻ്റെ കമൻറ്റ് ബോക്സിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ അവരിനി അധിക്ഷേപിക്കാൻ ഒന്നുമില്ല. ആ പെണ്ണിൻ്റെ അഹങ്കാരം, ഇത് പെണ്ണ് തന്നെയാണോ എന്ന് വെച്ചാൽ അവരുടെ ജെൻഡറിനെ പോലും ചോദ്യം ചെയ്യുന്ന അവസ്ഥയിലേക്ക് അതിക്രൂരമായി ആക്രമിക്കുന്ന ഒരു സെറ്റ് ഓഫ് ആളുകളുണ്ട്. വിവരമില്ലാത്തവരാണ്. പല കാര്യങ്ങൾ കൊണ്ട് കാര്യങ്ങളെ മനസ്സിലാക്കാൻ പറ്റാതെ പോകുന്ന അടിമകളാണ്. ചില കാര്യങ്ങളുടെ അടിമകളാണ്. നമ്മൾ അവരെക്കുറിച്ച് സംസാരിച്ചിരുന്നിട്ട് കാര്യമില്ല. പക്ഷേ ഈ മാധ്യമ പ്രവർത്തകനോട് ചോദിക്കാനുള്ളത്, എടോ ഇതൊക്കെ ഒരു കോമൺ സെൻസ് അല്ലടോ. വളരെയധികം സുരക്ഷാ പ്രാധാന്യമുള്ള ചടങ്ങ് നടക്കുന്ന ഒരു സ്ഥലത്തേക്ക് കുറച്ച് പ്രായമുള്ള ആൾക്കാരുമായിട്ട് മുഖ്യമന്ത്രിയുടെ മകൾ വന്നിറങ്ങുകയാണ്. അവരവിടെ പോയി ഇരുന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ചോദിക്കാനൊരു സമയം കിട്ടുകയാണെങ്കിൽ ചോദിക്കാം. അതല്ല, സത്യപ്രതിജ്ഞ ചടങ്ങ് കഴിഞ്ഞതിന് ശേഷവും ചോദിക്കാം. ഈ മുഖ്യമന്ത്രിയുടെ സഹോദരി മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യാൻ വരുന്ന പരിപാടിയിൽ ഹാപ്പിയാണോ? ഹാപ്പിയാണ്. ഇവർ ഹാപ്പിയാണെന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഈ മൈക്കും കൊണ്ട് അങ്ങോട്ട് ചെല്ലുന്നത്. ഇത് ഈ ചോദ്യം ചോദിക്കുന്നവൻ അറിയാഞ്ഞിട്ടൊന്നുമല്ല. ഇനി അവർ കുറച്ച് സ്ട്രോങ് ആയിട്ടാണ് പറയുന്നത്, നിങ്ങളൊക്കെ ഒന്ന് മാറിയുന്നത്, ഞങ്ങൾക്ക് ആദ്യം പരിപാടി കാണണം, അത് കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം എന്ന് സ്ട്രോങ് ആയി പറഞ്ഞിരുന്നെങ്കിൽ ഉറപ്പായും ഈ മാധ്യമപ്രവർത്തകനടക്കം മുഖ്യമന്ത്രിയുടെ മകൾ നമ്മളോട് വളരെ ധാർഷ്ട്യത്തോടു കൂടിയാണ് പെരുമാറിയത്. കാരണം വളരെ സ്ട്രോങ് ആയി സംസാരിക്കുന്ന മുഖ്യമന്ത്രിയും കുടുംബവും ഉണ്ടായിരുന്ന തൊട്ട് മുൻപത്തെ ഭരണകാലത്ത് മുഖ്യമന്ത്രിക്ക് അഹങ്കാരവും ധാർഷ്ട്യവുമാണെന്ന് പറഞ്ഞ് തളർന്നു പോയ മാധ്യമപ്രവർത്തകരാണ് ഇവിടെ ഉള്ളത്. ആ മാധ്യമപ്രവർത്തകരുടെ അടുത്ത് ഇത്രയും മാന്യമായി പറഞ്ഞിട്ടും ഇവർ വിടുന്നില്ല. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ശ്രദ്ധിച്ചൊരു കാര്യം, മാധ്യമപ്രവർത്തകർ ഈ ഒരാളെ ചോദിക്കാൻ അവസരം കിട്ടിയിരിക്കുകയാണ്. ഞാനൊരു ഉദാഹരണം പറയുകയാണ്. നമുക്ക് ഈ സിറ്റുവേഷൻ തന്നെ എടുക്കാം. VD സതീശൻ്റെ സഹോദരി നിൽക്കുന്നു, മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നു, ഹാപ്പി അല്ലേ, സന്തോഷമല്ലേ? ആ സന്തോഷമാണ്. ഇപ്പോൾ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കാൻ മൂടുള്ളൊരു സിറ്റുവേഷനിലാണെങ്കിൽ വളരെ സന്തോഷമാണ്, അവൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമാണ്, അപ്പോൾ നമ്മളെല്ലാവരും അതിന് വരുന്നത്, ഇത് നമുക്കിത് കാണണം, നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്നതാണ്, അപ്പോൾ സന്തോഷമാണല്ലേ എന്ന് വീണ്ടും ചോദിക്കും. നമ്മുടെ മുഖ്യമന്ത്രി VD സതീശൻ്റെ സഹോദരിയാണ് ഇപ്പം നമുക്കൊപ്പോൾ ഉള്ളത്. അപ്പോഴായിരിക്കും വേറൊരു മാധ്യമപ്രവർത്തകൻ മൈക്കും കൊണ്ടുവരുന്നത്. ഇത് കാണുമ്പോൾ ഈ ഡയലോഗ് അടിച്ചുകൊണ്ടിരുന്നതും വീണ്ടും അപ്പോൾ പറയൂ മാം, നിങ്ങളുടെ സന്തോഷം എത്രത്തോളമാണ്, എന്താണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു അനുഭൂതി എന്താണ് എന്ന് വീണ്ടും ചോദിക്കും. പറഞ്ഞത് തന്നെ റിപ്പീറ്റ് അടിച്ച് ഇവർക്കൊന്നും പറയാനില്ല. അവരാ മൊമെൻ്റ് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. അവരുടെ അഭിമാന നിമിഷം ഫാമിലി ആയിട്ട് അനുഭവിക്കാൻ വേണ്ടി വന്നതാണ്. അവരിൽ നിന്ന് നിങ്ങൾക്കൊന്നും കിട്ടില്ല, ഒന്നും കിട്ടാൻ പോകുന്നില്ല.
അത് 100% അച്ചട്ടായിട്ടുള്ളൊരു കാര്യമാണ്. എന്നാലും ഇതുപോലെ മൈക്കുമായിട്ട് മാധ്യമ സ്ഥാപനങ്ങളിൽ നിന്ന് ഉറപ്പായിട്ട് ഇവർക്ക് കുറേ മെസ്സേജുകളൊക്കെ വന്നിട്ടുണ്ടാകും. അതെ, ഇത്രയും സമയമുണ്ട്, ഈ സമയം ഫില്ല് ചെയ്യാനുള്ള സാധനങ്ങൾ നിങ്ങൾ കണ്ടുപിടിച്ചോണം. അപ്പോൾ ഇത് ഇവർക്കും വേറെ വഴിയില്ലാതാവുകയാണ്. പക്ഷേ കുറച്ചെങ്കിലുമൊക്കെ ഒരു ഔചിത്യബോധം കാണിക്കുക എന്ന് പറയുന്നത്, എനിക്ക് ഈ വീഡിയോ കാണുന്ന ഓരോ സമയവും ഞാൻ ആലോചിക്കുന്നത് എന്താ ഇവന്മാർ കാണിക്കുന്നത്. ഇത് റിപ്പോർട്ടർ TV-യിൽ ഇതിൻ്റെ ഒറിജിനൽ വിഷ്വലിന് വേണ്ടിയിട്ട് ഞാൻ കുറേ കയറി ഇറങ്ങി നോക്കി കേട്ടോ. അവരത് റിമൂവ് ചെയ്തു എന്നാണ് തോന്നുന്നത്. നോക്കിയിട്ട് കാണുന്നില്ല. വളരെ നന്നായിട്ടുണ്ട്. കാണിച്ചത് വൃത്തികേടാണ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് കൃത്യമായ ധാരണ കിട്ടിയിട്ടായിരിക്കുമല്ലോ അത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടാവുക. ഇങ്ങനെ ഒരു കാര്യമില്ലാതെ ഒരു മനുഷ്യജീവിയെ സോഷ്യൽ മീഡിയയിൽ ആക്രമിക്കാൻ കാത്തിരിക്കുന്ന ആളുകൾക്ക് ഇട്ടുകൊടുക്കുകയാണ്. എന്ത് സന്തോഷമാണോ നിങ്ങൾക്ക് കിട്ടുന്നത്? വി ഡി സതീശൻ്റെ മകൾ ഹാപ്പിയാണോ? ഹാപ്പിയാണ്. വി ഡി സതീശൻ്റെ സഹോദരി ഹാപ്പിയാണ്. അവരുടെ വീട്ടുകാരും ബന്ധുക്കളും എല്ലാവരും ഹാപ്പിയാണ്. സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തിനാണ് മൈക്ക് അവറാണാക്കി കുത്തിക്കയറ്റാൻ പോകുന്നത്? മുഖ്യമന്ത്രി വി ഡി സതീശൻ തന്നെ അദ്ദേഹത്തിൻ്റെ മകൾ ഉണ്ണിമായ, അവരുടെ പേരങ്ങനെയാണ്. അപ്പോൾ ഉണ്ണിമായെക്കുറിച്ച് പറഞ്ഞിരുന്നൊരു കാര്യം, ഏതോ ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞത്, ഞാനൊരു കാര്യത്തെപ്പറ്റി ഇത് മാൻമെയ്ഡ് ആണ് എന്ന് പറഞ്ഞപ്പോൾ അത് മാൻമെയ്ഡ് അല്ല, ഹ്യൂമൻ മെയ്ഡാണ് എന്ന് പറയണം എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ തിരുത്തിയ മകളാണ്. അതായത് ലോകത്ത് നടക്കുന്ന മാറ്റങ്ങളെക്കുറിച്ചും മനുഷ്യരെ പറ്റിയൊക്കെ അല്ലെങ്കിൽ പുരോഗമനപരമായ ആശയങ്ങളെപ്പറ്റിയും അതിനെ ഉൾക്കൊണ്ടുകൊണ്ടൊക്കെ സംസാരിക്കുകയും പെരുമാറുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ് ഉണ്ണിമായ എന്നാണ് വി ഡി സതീശൻ്റെ ഇൻ്റർവ്യൂവിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അങ്ങനെയുള്ള ഒരാളോട് നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങളൊന്ന് പ്രിപ്പയർഡായിട്ട് ചോദിക്കുക. അവരുടെ ക്യാരക്ടറിനനുസരിച്ച് വേണ്ടേ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ അല്ലാതെ വായി തോന്നിയ ചോദ്യങ്ങൾ ചോദിക്കാൻ മൈക്ക് കുത്തിക്കയറ്റാൻ വേണ്ടിയിട്ട് ചെല്ലുക എന്ന് പറയുന്നത് ഇത് മാധ്യമ പ്രവർത്തനമല്ല. ഇത് പാപ്പരാസികൾ ചെയ്യും. അങ്ങ് ബോളിവുഡിലൊക്കെ എയർപോർട്ടിൽ നിന്ന് ഒരു സെലിബ്രിറ്റി വന്നിറങ്ങുമ്പോൾ, ജിമ്മിൽ നിന്ന് ഒരു സെലിബ്രിറ്റി ഇറങ്ങുമ്പോൾ, മാം ഒന്ന് നോക്കൂ, ഒന്ന് ചിരിക്കൂ എന്നൊക്കെ ചോദിച്ചിട്ട് നിൽക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവർ ചെയ്യുന്ന സെയിം പണി അത് ചെയ്യാൻ നിങ്ങൾ ജേർണലിസ്റ്റും ഒക്കെ പഠിച്ചിട്ട് ഇത്രയും വലിയ മാധ്യമ സ്ഥാപനം ഞങ്ങളാണ് ഫസ്റ്റ് എത്തിക്കുന്നതെന്ന് പറയുന്ന കൊലവിളിയൊക്കെ നടത്തിയിട്ട് അങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ മൊബൈൽ ഫോണും എടുത്ത് പോകുന്ന നീലക്കുയിൽ കാണിക്കുന്ന അതേ വൃത്തിയോട് തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. കുറച്ചെങ്കിലുമൊക്കെ നിങ്ങൾ കുറച്ച് മാധ്യമപ്രവർത്തകരാകും എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്ത റീലിലേക്ക് പോകാം. ഞാൻ വന്ന കാര്യം പറഞ്ഞേക്കാം. സത്യത്തിൽ എനിക്കിത് പറയാനൊക്കെ ചമ്മലാണ്. ഞാനിപ്പോൾ പറയാൻ പോകുന്ന സംഗതിനെ ഭയങ്കരമായിട്ട് ദുരുപയോഗം ചെയ്ത് അത് പുറത്തു പറയാൻ പറ്റാത്ത ഒരു സാധനമായിട്ട് മാറിയിട്ടുണ്ട്. എനിക്ക് ഈ ഇൻസ്റ്റയിൽ മറ്റേ സബ്സ്ക്രിപ്ഷൻ്റെ ആ സാധനം വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഓർത്തു എന്നാൽ ഒരു സബ്സ്ക്രിപ്ഷൻ തുടങ്ങാം എന്ന് വിചാരിച്ചു. അപ്പോൾ ഈ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന വാക്ക് പറയുമ്പോൾ ഞാനെന്തോ ഒരു മോശം കാര്യത്തിലേക്ക് ഇറങ്ങിത്തിരിക്കണ പോലെ എനിക്ക് തന്നെ ഫീൽ ചെയ്യുന്നു. കാരണം വളരെ കുറച്ച് പേര് ചെയ്യുന്ന ഈ പറയുന്ന തോന്നിവാസങ്ങൾ കാരണം അങ്ങനെയല്ല, എന്നാലും അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമുക്കും കൂടെ അത് കുറച്ചും കൂടി നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമിനെ മോശമായി പോയി. അങ്ങനത്തെ ഒരു നിലയിലേക്ക് അത് വന്നു പോയി. അപ്പം ഞാനൊരു സബ്സ്ക്രിപ്ഷൻ തുടങ്ങുവാണ്. നിങ്ങൾ പറ്റുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം. പക്ഷേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഇതേപോലെയുള്ള ത്രസിപ്പിക്കുന്ന രംഗങ്ങളൊന്നും അതിനകത്ത് ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ താല്പര്യമുള്ള ആരും സബ്സ്ക്രൈബ് ചെയ്യണ്ട. അല്ലാത്തവർക്ക് പറ്റുന്നവർ സബ്സ്ക്രിപ്ഷൻ എടുക്കണം. എൻ്റെ ഈ ഫീൽഡിൽ വന്നിട്ടുള്ള അനുഭവങ്ങൾ, അതല്ലാത്ത എൻ്റെ ജീവിത യാത്രകൾ, ഇനി എന്തെങ്കിലും ചെറിയ യാത്രകൾ പോവുകയാണെങ്കിൽ അങ്ങനെയുള്ള എൻ്റെ രസകരമായിട്ടുള്ള, എൻ്റെ വിഷമിപ്പിക്കുന്ന, എൻ്റെ സന്തോഷങ്ങൾ, അങ്ങനെ എല്ലാം എനിക്ക് ഷെയർ ചെയ്യാനുള്ള ഒരു സ്ഥലം എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പറ്റുന്നവർ സബ്സ്ക്രിപ്ഷൻ എടുക്കണം കേട്ടോ. മറ്റേതില്ല കേട്ടോ, അത് ആദ്യമേ പറഞ്ഞേക്കാം. അതിൻ്റെ താഴെ വന്ന കമൻറ്റിൽ 1-2 വായിച്ചോട്ടെ. അതിൻ്റെ ആവശ്യമുണ്ടോ? ഇപ്പം കിട്ടുന്നതുകൊണ്ട് സന്തോഷത്തോടെ ജീവിച്ചൂടെ? ഇതിൽ വരുന്നവർ ഓരോരോ ആവശ്യങ്ങൾ പറയും, പിന്നെ അത് പാരയാകും. ഈ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്, നമ്മൾ സബ്സ്ക്രിപ്ഷനെ കുറിച്ച് നമ്മുടെ ഹാക്രി എന്നാണ് അവരെ പൊതുവെ വിളിക്കുന്നത്. നമ്മളിനി പറഞ്ഞിട്ട് കോപ്പിറൈറ്റ് വരണ്ട. അപ്പോൾ അവർ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയ സമയത്താണ് വീണ്ടും ഇത് ചർച്ചയാവുന്നത്. ഇതിനു മുമ്പ് 80 ലക്ഷം രൂപ സബ്സ്ക്രിപ്ഷൻ തുടങ്ങി വെച്ച 80 ലക്ഷം രൂപ സബ്സ്ക്രിപ്ഷനിലൂടെ വരുമാനം നേടിയിട്ടുള്ള ഒരു പെൺകുട്ടി വാർത്തയാവുകയും അവളുടെ അക്കൗണ്ട് അടിച്ചു പോവുകയും ചെയ്തു. അതിനുശേഷം ഹാക്രിയാണ് ഈ സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയപ്പോൾ വാർത്തയായത്. അവരുടെ സബ്സ്ക്രിപ്ഷൻ പരിപാടിയിൽ അവർ ഇതൊക്കെയാണ് കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ സ്പ്രെഡായിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയെക്കുറിച്ചും ആ വീഡിയോനെ കുറിച്ചും നമ്മൾ കാര്യമായിട്ട് പറഞ്ഞിട്ടില്ല. നമ്മൾ സംസാരിച്ചത് ഈ സബ്സ്ക്രിപ്ഷൻ മോഡലിനെ ഇങ്ങനെ മറ്റൊരു രീതിയിൽ ഉപയോഗിക്കുന്ന ആളുകൾ ഒരു സൈഡിൽ കൂടി വരുമ്പോൾ, അല്ലെങ്കിൽ ഇതിനെ ഇങ്ങനെയും ഉപയോഗിക്കാം എന്ന് പറയുന്ന ഒരു മെസ്സേജ് വളരെ പോപ്പുലർ ആയിട്ടുള്ള ആളുകൾ സമൂഹത്തിന് നൽകുമ്പോൾ അതുണ്ടാക്കാൻ പോകുന്ന ഭവിഷ്യത്തുകൾ എന്തൊക്കെയാണെന്ന് സൂചിപ്പിച്ചുകൊണ്ട് നമ്മളൊരു വീഡിയോ ചെയ്തു. എന്നാൽ അതേസമയം ഓരോ വ്യക്തികൾക്ക് ഇപ്പോൾ സബ്സ്ക്രിപ്ഷൻ തുടങ്ങാനും സബ്സ്ക്രിപ്ഷൻ എങ്ങനെ കൊണ്ടുപോകണമെന്നുള്ളത് ഓരോ ആളുകളുടെയും പേഴ്സണൽ ചോയ്സാണ്. അവരിത് ചെയ്തോട്ടെ, അതിന് നമ്മൾ ഒരു കുറ്റവും പറയുന്നില്ല. പക്ഷേ ഇത് ഉണ്ടാക്കുന്ന ഒരു സാമൂഹ്യ പ്രശ്നം എന്താണ് എന്നുള്ളത് അഡ്രസ്സ് ചെയ്താണ് നമ്മൾ വീഡിയോ ഇട്ടത്. ആ വീഡിയോയ്ക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് ഹക്രിയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അവരുടെ ഈ ലീക്കായി എന്ന് പറയുന്ന വീഡിയോ ഉണ്ടല്ലോ, ആ വീഡിയോ ഫുള്ളായി കാണിച്ചിട്ടുള്ളതും അവരെ ഏറ്റവും മോശമായി ചിത്രീകരിക്കുന്ന, ഈവൻ തെറി പറയുന്ന അടക്കമുള്ള വീഡിയോസൊക്കെ
ഇപ്പോഴും യൂട്യൂബിൽ കിടപ്പുണ്ട്. അതിനൊന്നും ഒരു കുഴപ്പമില്ല. അത് കാണുമ്പോൾ എനിക്ക് ഫീൽ ചെയ്തത് ഇങ്ങനെയുള്ള കണ്ടൻറ്റാണ് ഇതിൻ്റെ അകത്തുള്ളതെന്ന് പ്രചരിപ്പിക്കുന്ന ആൾക്കാരുടെ വീഡിയോസ് അവിടെ കിടന്നാൽ ഇത് കാണാൻ വരുന്ന വിവരമില്ലാത്തമാരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യും. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ഇങ്ങനത്തെ കണ്ടൻ്റ് ഒന്നും അവർ പോസ്റ്റ് ചെയ്യാതിരുന്നാലും സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ആളുകൾക്ക് ഇവരോട് തിരിച്ചു ചോദിക്കാനൊന്നും പറ്റില്ല. നിങ്ങൾ മറ്റേ വീഡിയോ ഇല്ലേ അതുപോലത്തെ കണ്ടൻറ്റ് ഇടൂ എന്ന് തിരിച്ചു ചോദിക്കാനൊന്നും പറ്റില്ല. കാരണം സബ്സ്ക്രിപ്ഷനിൽ അവർ കൊടുത്തിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ് ഉണ്ട്. അവരോട് എപ്പോൾ വേണമെങ്കിലും എന്ത് കാര്യം വേണമെങ്കിലും ചോദിക്കാം, പേഴ്സണൽ മെസ്സേജ് അയക്കാം, പിന്നെ സബ്സ്ക്രിപ്ഷൻ ബാഡ്ജ് കിട്ടും. ഇതൊക്കെയാണ് ഇൻസ്റ്റാഗ്രാം അവർക്ക് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുള്ള സർവീസസ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ വീഡിയോസ് ഇനി ഇടണമെന്നില്ല. പക്ഷേ ഇങ്ങനെ മോശമായി ചിത്രീകരിക്കുന്ന വീഡിയോസ് അവിടെ കിടന്നു കഴിഞ്ഞാൽ വിവരമില്ലാത്തവന്മാർ സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ എണ്ണം കൂട്ടാം എന്ന് പറയുന്ന ഒരു രീതിയിലായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം നമ്മൾ ആ വീഡിയോയിൽ മോശമായി ഒന്നും പറഞ്ഞിട്ടില്ല. ഇതൊരു സാമൂഹ്യ പ്രശ്നമായി മാറുന്നത് എങ്ങനെയാണെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പോൾ മഞ്ജു പത്രോസ് സംസാരിക്കുമ്പോൾ അവരെന്താണ് പറഞ്ഞത്, ഞാൻ സബ്സ്ക്രിപ്ഷൻ എനിക്ക് ഇൻസ്റ്റാഗ്രാം എനേബിൾ ചെയ്ത് തന്നിട്ടുണ്ട്, പക്ഷേ ഞാൻ തുടങ്ങാൻ പോവുകയാണ്, അതിനകത്ത് മറ്റേതുപോലത്തെ സാധനങ്ങളൊന്നും ഇല്ല എന്ന് പറയേണ്ട ഒരു അവസ്ഥ വന്നു. സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ യൂട്യൂബിലുണ്ട് മെമ്പർഷിപ്പ് എന്ന് പറയുന്നൊരു പരിപാടി. നിങ്ങളിപ്പോൾ ചാനലിൽ ഈ വീഡിയോയുടെ താഴെ ജോയിൻ എന്ന് പറയുന്നൊരു ബട്ടൺ ഉണ്ടെങ്കിൽ ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെമ്പർഷിപ്പ് എടുക്കാം. അതിൽ പ്രത്യേകിച്ചൊന്നുമില്ല, മെമ്പർഷിപ്പ് ഓൺലി വീഡിയോസും മെമ്പർഷിപ്പ് ഓൺലി ലൈവും ഒക്കെ എനിക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ നിങ്ങൾക്ക് ചാനലിനെ സപ്പോർട്ട് ചെയ്യാം. അതിനൊരു മാസ വരിസംഖ്യ ഉണ്ടാവും. അപ്പോൾ അത് എന്നെ സംബന്ധിച്ച് അങ്ങനെ ഒരു എമൗണ്ട് കിട്ടുകയാണെങ്കിൽ മാസം മാസം നിങ്ങൾ എനിക്ക് ആ ഒരു പേയ്മെൻറ്റ് തന്ന് എൻ്റെ കൂടെ നിൽക്കുന്ന പോലെയാണ് ഈ സ്പോൺസർ എന്നൊക്കെ പറയില്ലേ, അതുപോലെ നമ്മുടെ കൂടെ നിൽക്കാം, സപ്പോർട്ട് ചെയ്യാം. നിങ്ങൾക്ക് മെമ്പർഷിപ്പ് ഓൺലി കോണ്ടൻറ്റ് അത് എന്ത് വേണമെന്ന് എനിക്ക് തീരുമാനിക്കാം, അത് നിങ്ങൾക്ക് തരാം. അതേപോലെ തന്നെ ഫേസ്ബുക്കിലുണ്ട്, ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ സബ്സ്ക്രിപ്ഷൻ ഞാൻ എനേബിൾ ചെയ്തിട്ട് 1-2 വർഷം അങ്ങാണ്ടായി. പക്ഷേ അന്നൊന്നും ഇത് ചർച്ചയായിട്ടില്ല. പെൺകുട്ടികൾ ഈ സബ്സ്ക്രിപ്ഷൻ സ്റ്റാർട്ട് ചെയ്തു, അത് അപ്പോഴും വലിയ ചർച്ചയൊന്നും ആയില്ല. പക്ഷേ ഈ സബ്സ്ക്രിപ്ഷൻ്റെ അകത്ത് ഇങ്ങനെ കുറച്ച് കണ്ടൻറ്റും കൂടി കൊടുക്കുന്നുണ്ട് എന്ന് പറയുന്ന കാര്യങ്ങൾ വന്നതിന് ശേഷമാണ് ഇതൊരു വലിയ ചർച്ചയായിട്ട് മാറുന്നത്. വന്ന് ആ ഫീച്ചർ എനേബിൾ ചെയ്യാൻ പോലും ആളുകൾ ഭയപ്പെടുന്നൊരവസ്ഥയിലേക്ക് അല്ലെങ്കിൽ നാണക്കേട് തോന്നുന്നൊരവസ്ഥയിലേക്ക് എത്തി എന്നുള്ളതാണ് മഞ്ജു പത്രോസിൻ്റെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത്. അവർ പറഞ്ഞത് തന്നെയാണ് കാര്യം. എനിക്ക് എക്സ്ക്ലൂസീവായി നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാം എന്ന് തോന്നുന്ന കാര്യങ്ങൾ അതെൻ്റെ ജീവിതാനുഭവങ്ങളായിരിക്കും, എൻ്റെ പേഴ്സണൽ സ്റ്റഫായിരിക്കും. അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സെപ്പറേറ്റ് സെഗ്മെൻറ്റ് തുടങ്ങുകയാണ്. അത് നിങ്ങൾക്ക് ആക്സസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എക്സ്ട്രാ പേയ്മെൻറ്റ് തരണം. ചിലപ്പോൾ ഈ ജീവിതത്തിൽ അനുഭവമൊന്നും ആയിരിക്കില്ല. ഞാൻ നിങ്ങൾക്കൊരു കോഴ്സ് തരാം. ഞാൻ എങ്ങനെയാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത്, ഇവിടം വരെ എങ്ങനെ എത്തി, അതിന് കൃത്യമായിട്ടുള്ള രൂപരേഖ എന്താണെന്നുള്ളത് കാണിക്കുന്ന വീഡിയോസ് ഞാൻ ചെയ്യും. തുടരെ നിങ്ങൾക്കുള്ള ട്യൂട്ടോറിയൽസ് ചെയ്യും. അതിന് നിങ്ങൾ എക്സ്ട്രാ സബ്സ്ക്രിപ്ഷൻ എടുക്കണം എന്ന് പറഞ്ഞും സബ്സ്ക്രിപ്ഷൻ നമുക്ക് ചെയ്യാം. പക്ഷേ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു പോൺ വെബ്സൈറ്റിലേക്ക് നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കുന്നത് പോലെയാണ് എന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് ചില ആൾക്കാരുടെ പ്രവർത്തികൾ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. സങ്കടകരമാണ്. ഏതെങ്കിലും ഒരു കണ്ടൻറ് ക്രിയേറ്ററോ സെലിബ്രിറ്റിയോ ഒക്കെ സബ്സ്ക്രിപ്ഷൻ ഓണാക്കി എന്ന് പറഞ്ഞാൽ അവിടെ അത് കിട്ടുന്ന സ്ഥലമാണ്. അതിനുവേണ്ടി ഇപ്പോൾ ഇതിൻ്റെ താഴെയും ഒരു കമൻറ്റ്, ഈ കിട്ടുന്നതുകൊണ്ടൊക്കെ ജീവിച്ചു പൊക്കൂടെ, ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ എന്താ വിചാരിക്കുന്നത്? സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്താൽ മതി. അവിടെ അവരിടുന്ന കണ്ടൻറ്റ് കാണണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രം. അല്ലാതെ സബ്സ്ക്രിപ്ഷൻ തുടങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെന്തോ അങ്ങനെ ചിന്തിച്ച് തുടങ്ങിപ്പോയി നമ്മുടെ സമൂഹം മൊത്തത്തിൽ. ആ തെറ്റിദ്ധാരണ ചെറുതായിട്ടൊന്ന് മാറ്റണേ എന്ന് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ അടുത്ത റീലിലേക്ക് പോവുകയാണ്. പെട്രോളിനും ഡീസലിനും വില കൂട്ടി. ഇത് എന്നെ ബാധിക്കില്ല, കാരണം എനിക്ക് 2.5 ലക്ഷം രൂപ പെൻഷൻ ഉണ്ട്. സാധാരണക്കാരെ ബാധിക്കില്ലേ? എനിക്ക് ബാധിക്കില്ല. സാധാരണക്കാരെ എങ്ങനെ ബാധിക്കാൻ? അവർ കാറിൽ പോകണ്ട, സൈക്കിളിൽ പോകണം. അപ്പൊ ഈ പെട്രോളിന്റെ പോകാൻ യോഗ്യത ഉള്ളവൻ എന്നെ പോലെ ഉണ്ടാക്കിയെടുക്കും. പക്ഷെ വേറെ കാര്യമില്ലേ, പെട്രോളിന്റെ വില കൂടി എന്ന് പറഞ്ഞാൽ അത് സാധാരണ വില കൂട്ടില്ലേ? ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു എഫക്ട് എനിത്തിങ്. സാധാരണ വില കൂട്ടി ഇല്ല, എല്ലാം കൂടും. കൂടാതിരിക്കാൻ ഒക്കില്ല. പെട്രോൾ കുറഞ്ഞുകൊണ്ട് വരികയാണ്, അതിന്റെ നിക്ഷേപം കുറഞ്ഞുകൊണ്ട് വരികയാണ്. അപ്പോൾ നമ്മൾ ഊറ്റിയെടുത്താണ് കൊടുക്കുന്നത്. കുറെ കഴിയുമ്പോൾ പെട്രോൾ ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് റിക്വയർമെന്റ് ഓഫ് പുട്ടിങ് എ ബ്രേക്ക് ടു ഇറ്റ്. അതിനൊരു തടയിടേണ്ട ആവശ്യമാണ്. ഐ സപ്പോർട്ട് ദാറ്റ്. കാശുള്ളവൻ മാത്രം കാറിൽ പോയാൽ മതി, ബാക്കിയുള്ളവനൊക്കെ സൈക്കിളിൽ പോട്ടെ. എന്താണെന്നറിയോ, വളരെ ഇഗ്നോറൻ്റ് ആയിട്ടുള്ള മറ്റ് ചുറ്റുപാട്. ഇപ്പോൾ ആ റിപ്പോർട്ടർ തന്നെ ചോദിക്കുന്നുണ്ട്, പെട്രോളിന് വില കൂടുന്നു എന്ന് പറയുമ്പോൾ കാർ ഓടിക്കാൻ പറ്റുന്നില്ല എന്ന് മാത്രമല്ല ഇവിടുത്തെ വിഷയം, ഓരോ സാധനങ്ങളുടെയും വില കൂടുകയാണ്. അങ്ങനെ സാധാരണക്കാരൻ്റെ ജീവിതം ദുസ്സഹമാവുകയാണ്. വളരെ ഇഗ്നോറൻ്റ് ആയിട്ടുള്ള, ആവശ്യത്തിനോ അതിൽ കൂടുതലോ ക്യാഷ് കയ്യിലിരിക്കുന്നതുകൊണ്ട് ഈ സേഫായിട്ടിരിക്കുന്ന സമയത്തെ മറ്റൊരു പാട്ടുണ്ടല്ലോ, ചില്ലുമേടയിലിരുന്ന് എന്നെ കല്ലെറിയല്ലേ. അങ്ങനെ ചില്ലുമേടയിലിരിക്കുന്ന ഈ ചില്ലിൻ്റെ അപ്പുറത്ത് നടക്കുന്ന എന്താണ് എന്നറിയാത്ത, അവിടുത്തെ ടെമ്പറേച്ചർ പോലും എന്താണെന്ന് അറിയാത്ത ഒരു മനുഷ്യജീവിയുടെ ജൽപ്പനങ്ങൾ എന്നാണ് എനിക്കിത് കാണുമ്പോൾ ഫീൽ ചെയ്യുന്നത്. പ്രായത്തിനെ ബഹുമാനിക്കാമെന്ന് വെച്ചാൽ അതിന് മുകളിലുള്ള വിവരക്കേടാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ കുറച്ചുകൂടി ഡിഫറൻ്റായിട്ട് അത് അവതരിപ്പിക്കാൻ അദ്ദേഹം ശ്രമിച്ചിരുന്നെങ്കിൽ, നമ്മുടെ വരുമാനത്തിനനുസരിച്ചുള്ള ഒരു ചിലവൊക്കെയാണ് നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത്. ഒരു കാർ എടുക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഇത്രയും
അതൊക്കെ പറഞ്ഞു വരുമ്പോഴത്തേക്ക് ഇതുപോലെ റിപ്പോർട്ടറിനോട് പറയാനൊന്നും പറ്റില്ല. അതൊരു വലിയ ടോപ്പിക്കാണ്. ഞാൻ ഇന്ന് എത്തി നിൽക്കുന്ന സാമ്പത്തിക അവസ്ഥയിൽ എനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന വാഹനം ഏതാണ്, മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ് എന്നൊക്കെ ചിന്തിച്ചിട്ട് വേണം നമ്മൾ കാറോ ബൈക്കോ എന്ത് സാധനമാണെങ്കിലും എടുക്കാൻ. ബൈക്ക് എടുത്തിട്ട് അതിന് പെട്രോൾ അടിക്കാൻ പറ്റാതെ അത് വിൽക്കേണ്ടി വരുന്നത്, അതായത് ലക്ഷറി ബൈക്ക് ലോൺ എടുത്തിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാതെ വിൽക്കേണ്ടി വരുന്നവരെ കണ്ടിട്ടുണ്ട്. കാർ എടുത്തിട്ട് അത് വിൽക്കേണ്ടി വരുന്നവരെ കണ്ടിട്ടുണ്ട്. വീടിന് ലോൺ എടുത്ത് അടയ്ക്കാൻ പറ്റാതെ പോകുന്നവരെ കണ്ടിട്ടുണ്ട്. അപ്പം നമ്മുടെ സാമ്പത്തികാവസ്ഥയെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ദാറ്റ്സ് ദെയർ. പക്ഷേ പെട്രോളിന് വില കൂടുമ്പോൾ എനിക്ക് 2.5 ലക്ഷം രൂപ പെൻഷനുണ്ട്, അതുകൊണ്ട് എന്നെ ബാധിക്കില്ല, സാധാരണക്കാർ എന്തെങ്കിലുമൊക്കെ കാണിക്കട്ടെ എന്നൊക്കെയുള്ള രീതിയിൽ ചിന്തിക്കുകയും സംസാരിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് ഹൈലി ഇഗ്നോറൻ്റ് ആയിട്ടുള്ള, ചുറ്റും നടക്കുന്ന ഒന്നിനെക്കുറിച്ച് ഒരു ധാരണയില്ലാത്ത ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു സാമൂഹ്യ ജീവിയാണ്. ഈ സമൂഹത്തിലെ ഓരോ സിറ്റുവേഷനെക്കുറിച്ചും ഓരോ സാഹചര്യങ്ങളെക്കുറിച്ചും നമ്മൾ അവെയറായിരിക്കുക എന്ന് പറയുന്നത് ഒരു മിനിമം കോമൺ സെൻസാണ്. പിന്നെ സഹാനുഭൂതി കാണിക്കുക എന്നൊക്കെ പറയുന്ന ഒരു കാര്യമില്ല. ഇപ്പോൾ ഇദ്ദേഹം കുറച്ച് പ്രായമായിട്ടുള്ള ഒരാളാണ്, വളരെ യങ് ആയിട്ടുള്ള ഒരു സ്റ്റേജിൽ ഇപ്പം മാർഷൽ ആർട്സ് ഒക്കെ പഠിച്ചിട്ടുള്ള ഒരാൾ. അയാൾ ചിലപ്പോൾ സാമ്പത്തികമായി ഇത്രയും നല്ല നിലയിലൊന്നും ആയിരിക്കില്ല. ഇദ്ദേഹത്തിൻ്റെ തൊട്ടടുത്ത വീട്ടിലായിരിക്കും താമസിക്കുന്നത്. എടാ എൻ്റെ വീട്ടിൽ കള്ളം കയറിടാ, എന്നെ ഇടിച്ചിട്ടിട്ടും മറ്റത് കൊണ്ടുപോയി മറിച്ചത് കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഈ തൊട്ടടുത്ത വീട്ടിലുള്ള വളരെ യങ് ആയിട്ടുള്ള മാർഷൽ ആർട്സ് ഒക്കെ പഠിച്ചിട്ടുള്ള ആളുടെ അടുത്ത് ചെല്ലുമ്പോൾ അത് അങ്ങേരുടെ വീട്ടിൽ കള്ളം കയറിയത് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ കൊണ്ടുപോയോ, ഞാനെന്ത് ചെയ്യാനാണ്, എനിക്ക് ആരോഗ്യമുണ്ട്, എൻ്റെ അടുത്ത് ഒരു കള്ളം വന്ന് അവനെ ഇടിച്ചിടാനുള്ള ടെക്നിക്കൊക്കെ എനിക്കറിയാം, നിങ്ങൾക്കതറിയാത്തത് നിങ്ങളുടെ കുഴപ്പം, അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തുമാത്രം ഇഗ്നോറൻ്റാണ്. അതായത് നിങ്ങളുടെ കയ്യിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു എബിലിറ്റി ഉണ്ട്. അത് നിങ്ങളുടെ ബുദ്ധിപരമായ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടും അല്ലെങ്കിൽ നിങ്ങൾ എത്തപ്പെട്ടിട്ടുള്ള അവസരങ്ങളും അത് കൃത്യമായി ഉപയോഗിച്ചതിൻ്റെ ഒക്കെ ആയിരിക്കാം. അതുകൊണ്ട് നിങ്ങൾക്ക് ചില എബിലിറ്റീസ് ഉണ്ട് എന്നുള്ളത് അതിലേക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റാത്ത ആളുകളെ മുഴുവൻ അവരൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ, എൻ്റെ കാര്യം ഞാൻ സേഫാണ് എന്ന് മാത്രം ചിന്തിക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ വെരി റോങ് ചിന്താഗതി ഫോർ എ ഹ്യൂമൻ ബീയിങ് എന്നാണ് പറയാനുള്ളത്. പിന്നെ ചില്ലുമേടയിൽ മാത്രം ഇരിക്കുന്ന, അതിനപ്പുറത്തേക്ക് ഒന്നും ചിന്തിക്കേണ്ട എന്ന് തീരുമാനമെടുത്തിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് അത്രയ്ക്കത്രേ പറയാനുള്ളൂ. എല്ലാവരുടെ അഭ്യർത്ഥന പ്രകാരം ഞാൻ എൻ്റെ വട്ടൈറ്റിനായിട്ട് കാണിക്കാന്ന് വിചാരിച്ചു. അപ്പോൾ വെളുപ്പിന് 12 മണിയായപ്പോൾ എനിക്ക് വിശന്നു. അപ്പോൾ ഞാൻ ഒരു നൂഡിൽസ് ഉണ്ടാക്കി കഴിച്ചു. എന്നിട്ട് ഞാൻ പോയി മാണ്ട് ഇറങ്ങിയിട്ട് രാവിലെ എണീറ്റപ്പോൾ 3 അപ്പവും കടലക്കറി എടുത്ത് കഴിച്ചു. നല്ല അപ്പവും കടലക്കറി കുറേ നാളുകൾക്ക് ശേഷമാണ് കഴിച്ചത്. പിന്നെ ഒരു 11 മണിയായപ്പോഴത്തേക്ക് 2 ഏത്തക്ക പുഴുങ്ങിയത് ഒരു മുട്ട എടുത്ത് കഴിച്ചു. എളുപ്പം എടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഉടച്ചോട് ഞാൻ വെച്ചത്. അങ്ങനെ അതെല്ലാം കഴിച്ച് ടി വി കണ്ടിരിക്കുമായിരുന്നു. പിന്നെ എന്നിട്ട് നേരെ പോയി കുളിച്ചു. അപ്പോഴത്തേക്ക് ഞാൻ ചോറിന്റെ സമയമായി. ചോറാണ് കുഴി ഒഴിച്ച് വെച്ചിരിക്കുന്ന ബേസ് സോഫ്റ്റ് ആവാൻ വേണ്ടി കുറച്ച് മോര് വയ്ക്കാനാണ്. അങ്ങനെ ചോറെല്ലാം കഴിച്ചു. പിന്നെ ഞാൻ കയറി കിടന്നുറങ്ങിയിട്ട് ചാച്ചൻ്റെ കൂട്ടാൻ്റെ വീട്ടിൽ പോയി. അവിടെ ചെന്നപ്പോൾ ജ്യൂസ് ഉണ്ടായിരുന്നു. എന്നെ ജ്യൂസിൽ ഒതുക്കാൻ പറ്റത്തില്ലെന്ന് അറിയാവുന്ന ഒരു പ്ലേറ്റ് നിറയെ എന്തൊക്കെയോ കേക്ക് വച്ചപ്പോൾ മിച്ചറും എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ അതിനൊന്നും വിഷം വരായിരിക്കും ഞാനത് വാങ്ങിച്ച് ഓരോന്നായിട്ട് കഴിച്ചു തുടങ്ങി. അതിനകത്ത് ബോംബെ മിച്ചർ ഉണ്ടായിരുന്നു, സൂപ്പർ ആയിരുന്നു. ഞാൻ അങ്ങനെ വാരി തിന്നുകൊണ്ടിരിക്കുവായിരുന്നു. ഇത്രയും കമ്പി ഇട്ടോണ്ട് എങ്ങനെ ഇതെല്ലാം ഗ്രൈൻഡ് ചെയ്ത് വിടുന്നതെന്ന് ചോദിച്ചോണ്ട് അച്ഛൻ എന്നെ തന്നെ നോക്കിയിരിക്കുവായിരുന്നു. അപ്പോൾ അച്ഛൻ്റെ അമ്മ അകത്ത് ചക്ക വേവിക്കുന്ന ഞങ്ങളുടെ അപ്പം അതിനകത്ത് കുറച്ച് ചുള എടുത്തോണ്ട് കഴിച്ചോണ്ട് ഈ ചക്കയുടെ വളവായിട്ട് വല്ല റബ്ബർ പാലാണ് ചോദിച്ചാൽ എനിക്ക് സംശയം വന്നു. എന്നെ പാടാണ് ചവച്ച് കഴിക്കാനായിട്ട്. അങ്ങനെ അവിടെ നിന്ന് പഠിത്തം ചാച്ചൻ്റെ അങ്ങനെ അവിടെ നിന്ന് ഒരു പെട്ടി നേരെ സ്നാക്സ് ചേച്ചി എനിക്ക് എടുത്തു വന്നു. അങ്ങനെ ഓരോന്നായിട്ട് എടുത്ത് നോക്കുവാണ്. ഞാൻ ആദ്യമായിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. അത് കഴിഞ്ഞപ്പോൾ തക്കാളി മുർക്ക് നിങ്ങൾക്ക് അറിയാം, എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ അവിടെ തീർക്കാന്ന് വിചാരിച്ചു. പക്ഷേ അതും പാടായിരുന്നു. എൻ്റെ കഷ്ടപ്പാട് നിങ്ങൾക്ക് കണ്ടു. പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഏതാണ്ട് കിരിക്കാത്തിരിക്കുന്നു. പിന്നെ അതും എടുത്ത് നോക്കി, അത് നല്ലായിരുന്നു. അതല്ലെങ്കിൽ കഴിച്ചോണ്ടിരിക്കുവായിരുന്നു. അങ്ങനെ തക്കാളി മുർക്ക് ഒരു വിധത്തിൽ ഞാൻ മൊത്തം എടുത്തങ്ങ് തീർത്തു. അപ്പോൾ അവിടെ 3 പഴം ഇരിക്കുന്നുണ്ട്. ഇത്ര നേരം കളറുള്ള പഴം കഴിക്കാന്ന് വിചാരിച്ചില്ലെങ്കിൽ ആവശ്യം വിചാരിക്കും ഞാൻ വലിയ കളർഫുൾ ആയിരിക്കും. അങ്ങനെ അതെല്ലാം കഴിച്ചോണ്ടിരുന്നപ്പോഴാണ് അവിടെ വേറെ പ്ലാൻ വന്നിട്ട് ആഹാരം വെളിയിൽ നിന്നാണ്. അതുകൊണ്ട് ഞാൻ 3 ഗ്ലാസ് വെള്ളം എടുത്ത് മാറ്റി വെച്ച് കഴിക്കുന്നില്ല ഇറങ്ങി പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ബീഫിന്റെ സ്റ്റേക്ക്, ചിക്കൻ്റെ സ്റ്റേക്ക്, ഫ്രൈഡ് റൈസ്, ബട്ടർ നാൻ, പിന്നെ ഇതെന്താ ബേൺ ഫ്രൈഡ് റൈസ്, ചിക്കൻ നൂഡിൽസ് എല്ലാം ഉണ്ടായിരുന്നു. ഞാൻ എനിക്ക് വേണ്ടി ഒന്നും ഓർഡർ ചെയ്തില്ല, കാരണം ഇവരെ എല്ലാം ബാലൻസ് എനിക്ക് കിട്ടുമെന്ന് എനിക്ക് നല്ലപോലെ അറിയായിരുന്നു. അങ്ങനെ ആദ്യം അച്ഛൻ്റെ ബേൺ ഫ്രൈഡ് റൈസ് കഴിച്ചു. അപ്പോൾ അച്ഛൻ്റെ സ്റ്റേക്ക് വന്നു. ഞാൻ നല്ല കേസിന്റെ ബുദ്ധി അങ്ങനെ ചിക്കൻ ബീഫ് മാത്രമല്ല അവിടുത്തെ പച്ചക്കറി എല്ലാം ഞാൻ തോട്ടി കഴിക്കുന്നുണ്ട്. എൻ്റെ ആവശ്യം വിചാരിക്കാൻ വലിയ പരിഷ്കാരിയാണ്. നൂഡിൽസ് മാത്രം എൻ്റെ അടുത്തോട്ട് വരുന്നില്ല, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോയി എടുത്തങ്ങ് തിന്നു. അത് കാര്യം അവൻ ചിക്കനും മീറ്റൊന്നും കഴിക്കത്തില്ല, ഉണ്ടായിരുന്നു വെജ് നൂഡിൽസ് പറഞ്ഞാൽ ഞാൻ നോക്കില്ല, ഞാൻ അതിനെല്ലാം എടുത്തും കഴിച്ചു. ഞാൻ ഇനി എടുക്കാൻ വേണ്ടി അവനത് മൊത്തം മതി. ആവശ്യത്തിൽ വെള്ളം കുടിച്ചിട്ട് അടുത്ത ഫ്രൈഡ് റൈസ് എടുത്ത് കഴിക്കാൻ തുടങ്ങി. ഫ്രൈഡ് റൈസ് ഒറ്റയ്ക്ക് എന്നുള്ള ഒരു വിഷം വരെ നമ്മൾ മയോണൈസും കൂടി കൂട്ടി അടിക്കുകയാണ്. അപ്പോൾ അടുത്ത വേസ്റ്റ് പാത്രം വരാൻ തുടങ്ങി. ഞാൻ പറഞ്ഞ എൻ്റെ ബുദ്ധി ഉണ്ട്. അപ്പോൾ തന്നെ ഫോർക്കെല്ലാം എടുത്ത് നമ്മൾ മാറ്റിയിട്ട് കൈകൊണ്ടെല്ലാം മാറി തൂത്ത് തിന്നാൻ തുടങ്ങി. ആദ്യമേ ബേസ് വൃത്തിയാക്കാൻ വേണ്ടി എൻ്റെ ഫ്രൈഡ് റൈസ് എല്ലാം മാറി കഴിച്ച ശേഷം ഞാൻ അതെടുത്ത് റോളാക്കാന്ന് വെച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവരെല്ലാം എന്നെ വല്ലാതെ നോക്കുന്നു. അങ്ങനെ അതും ഒതുക്കി പാത്രത്തിൽ വട്ടം വെച്ചോണ്ട് പച്ചാന്റെ വേസ്റ്റ് കൊണ്ടിരിക്കുന്നു. അങ്ങനെ അതെല്ലാം കഴിച്ചിട്ട് നേരെ അവിടെ നിന്ന് ഇറങ്ങി അടുത്ത സ്ഥലത്തോട്ട്. ഇതിനൊക്കെ പേര് ഞാൻ നിങ്ങൾക്ക് വായിച്ചു തന്നെ ഞാൻ വേറെ എവിടെയെങ്കിലും വായിപ്പോ. അതോടെ സമയത്ത് നിങ്ങൾ തന്നെ വായിച്ചു. അങ്ങനെ നമ്മൾ ഷേക്ക് കടയിൽ എത്തി. നമ്മൾ ഇത്ര നേരം ഹാർഡായിട്ട് കഴിച്ചാൽ സോഫ്റ്റ് ആവാൻ വേണ്ടി ഞാൻ ഇവരെ ഷേക്ക് കുടിക്കാൻ കൊണ്ടുവന്നാണ്. ആരാണ് ആദ്യം വിളിക്കുന്നത് അവരുടെ അടുത്ത് പോകാൻ നിൽക്കണം. ആരും വിളിച്ചില്ല. അവിടെ ഞാൻ തന്നെ അങ്ങോട്ട് പോയി. അച്ഛൻ്റെ താടി പ്രതിഷേധം തീർത്താണ് പഞ്ചായത്തിന് സ്ഥലം കൊടുത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ്റെ താടി തന്നെ 3 വഴിയും കൊടുത്തു. പിന്നെ ഞാൻ ഓടി വന്ന് കുടിക്കുന്നതുകൊണ്ട് ആരും വൃത്തിയില്ലെന്ന് വിചാരിക്കും. ഞങ്ങൾ കുടുംബമായിട്ട് ഓടി വന്ന് കുടിക്കുന്നത്. പിന്നെ ഞാൻ അവിടെ പാഴ്സൽ വാങ്ങിച്ച് നേരെ വീട്ടിൽ പോയി. ഇതിനൊക്കെ വർക്കൗട്ട് ചെയ്യുന്നുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ആഹാരം കഴിക്കാം. പിന്നെ കഴിക്കണോ വേണ്ടോ എന്നൊക്കെയുള്ളത് ഒരു മനുഷ്യൻ്റെ സ്വാതന്ത്ര്യമല്ലേ, നമ്മൾ അതിലും കയറി ഇടപെടുന്നില്ല. അതിനിടയിൽ കുറച്ച് ഇതിനെ കുറച്ച് കളിയാക്കുന്ന തരത്തിലുള്ള കമൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആക്ച്വലി അതാണ് ഈ കൈൻഡ് ഓഫ് കോണ്ടന്റിലേക്ക് കുറേ ആളുകൾക്ക് വരാനും അവിടുന്ന് ഒരു റവന്യൂ ഉണ്ടാക്കാനും ഒക്കെ വളരെ ഹെൽപ്ഫുൾ ആവുന്നൊരു ഘടകം. പക്ഷേ ഇതിൽ ചില കമൻസൊക്കെ കാണുമ്പോഴേ എനിക്ക് ഇങ്ങനെ തിന്നണം എന്നുള്ളതാണ് എൻ്റെ അഭിലാഷം എന്ന് പറയുന്നത് പോലത്തെ കുറച്ച് ആഗ്രഹങ്ങൾ ഇതുപോലെ ഞാൻ കഴിക്കാറുണ്ടെന്ന് പറയുന്നത് മാത്രമല്ല, ഈ പാറ്റേണിൽ ഈ ഫുഡ് കഴിക്കൽ വീഡിയോസ് ഇപ്പോൾ നമുക്ക് ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും കുറേ കാണാൻ പറ്റും. അതായത് രാവിലെ എണീറ്റിട്ട് ഞാൻ പുട്ടും പഴമൊക്കെ തിന്നിട്ട് ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്തായിരുന്നു കുറച്ച് ബുൾസ ഉണ്ടാക്കി കഴിക്കാൻ തന്നത്. ബുൾസ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ചായ ബാക്കി വന്നത്. അപ്പോൾ അങ്ങനെ ഞാനൊരു കല്ലം ചായ കുടിച്ചു. അങ്ങനെ ചായ കുടിച്ചിട്ട് ഞാനിങ്ങനെ മാറിയിരിക്കുന്ന സമയത്താണ് രാവിലെ ഒരു 10 മണിയായപ്പോഴത്തേക്ക് എനിക്ക് വീണ്ടും വിശന്നത്. അപ്പോൾ ഞാൻ അത് കഴിക്കാൻ പോയി, ഇത് കഴിക്കാൻ പോയി. ഇങ്ങനത്തെ റീൽസ് ഒരുപാട് വരുന്നുണ്ട്. ചിലപ്പോൾ ഇവരിത് മുഴുവൻ കഴിക്കുന്നൊന്നും ഉണ്ടാവില്ല.
പക്ഷേ ഇതിങ്ങനെ കാണുന്ന സമയത്ത് ഇത് കൺസ്യൂം ചെയ്യാൻ അല്ലെങ്കിൽ ഈ പാറ്റേണിൽ ഫുഡ് കഴിക്കാൻ ചില ആളുകൾക്കൊക്കെ തോന്നുന്നുണ്ട്, ചിലർ ചെയ്യുന്നുണ്ടെന്നൊക്കെയാണ് കമൻസ് വായിക്കുമ്പോൾ തോന്നുന്നത്. മാത്രമല്ല ഇത് ആക്ച്വലി ഒരു ട്രെൻഡാണ്. ട്രെൻഡിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് ഒരുപാട് ഫോളോ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു വീഡിയോ ഇപ്പോൾ ഞാൻ ഇത്ര നേരം കണ്ടില്ലേ, സ്വാഭാവികമായിട്ടും ഫേസ്ബുക്കിന് മനസ്സിലായി ഞാൻ ഇങ്ങനത്തെ വീഡിയോസ് ചിലപ്പോൾ കുത്തിയിരുന്ന് കാണുമെന്ന്. കാര്യം ഞാൻ കുത്തിയിരുന്ന് കണ്ടു. അപ്പോൾ അതുകൊണ്ട് ഇനിയും എനിക്ക് ഇങ്ങനത്തെ കുറച്ച് വീഡിയോസ് മറ്റ് പല കണ്ടൻറ് ക്രിയേറ്റേഴ്സിൻ്റെയും സജസ്റ്റ് ചെയ്യും. കണ്ടെന്നിരിക്കും ജനങ്ങളെ, പിന്നെ കണ്ടതുപോലെ ചെയ്യിപ്പിക്കുന്നതും ഭവാൻ എന്ന് പറയുന്നത് പോലെ നമുക്ക് ഇത് അനുകരിക്കാൻ തോന്നും. ഇത് അനുകരിക്കപ്പെടേണ്ട ഒരു മാതൃകയല്ല. കാരണം ഒരു മനുഷ്യൻ്റെ ശരീരത്തിലേക്ക് ആവശ്യത്തിൽ കൂടുതൽ കലോറിയാണ് ഈ ചെല്ലുന്നത്. ഇത് നമ്മൾ ബേൺ ചെയ്തില്ലെങ്കിൽ, ഇതിനുള്ള വർക്കൗട്ടും കാര്യങ്ങളൊന്നും നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്യുന്നില്ല എന്നാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഒബേസിറ്റി നമ്മളെ പിടികൂടും, ശരീരത്തിലെ ഫാറ്റ് പെർസെൻറ്റേജ് വർദ്ധിക്കും. ഇതൊന്നും പോരാഞ്ഞ് വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ ഫാറ്റ് എന്നൊക്കെ പറയുമ്പോഴേ കുറേ ആൾക്കാർ വിചാരിക്കുന്ന മറ്റേ ദേഹത്ത് ഇങ്ങനെ പുറമേ കാണുന്ന ഫാറ്റ്, ഇത് മാത്രമല്ല കേട്ടോ, നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസിനെയൊക്കെ ചുറ്റിപ്പൊതിഞ്ഞ് വരുന്ന വിസറൽ ഫാറ്റ് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇതൊക്കെ ഡെവലപ്പായി വരാൻ, പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഈ വീഡിയോ കാണുമ്പോഴേ, ഇപ്പോൾ ഫഹദ് ഫാസിൽ തൊണ്ടി മുതലും ദൃക്സാക്ഷിയിലും പറയുന്നില്ലേ ഈ പ്രായത്തിൽ നല്ല വിശപ്പുണ്ടാവുന്നു. ശരിയാണ്, ഒരു പ്രായത്തിൽ നമുക്കൊക്കെയും ഒരുപാട് ഭക്ഷണം കഴിക്കാനൊക്കെ തോന്നും. ഇങ്ങനത്തെ ട്രെൻഡും കൂടി കാണുകയാണെന്നുണ്ടെങ്കിൽ വാരിക്കോരി കഴിക്കാൻ തോന്നും. പക്ഷേ ഒരുപാട് കഴിക്കാൻ പറ്റുമെന്നുള്ളൊരു സിറ്റുവേഷനിൽ നമ്മൾ വാരിക്കോരി കഴിക്കുമ്പോൾ അത് നമ്മളെ കൊണ്ട് എത്തിക്കാൻ പോകുന്ന ഒരു ഡേഞ്ചർ സിറ്റുവേഷൻ എന്താണ് എന്നുള്ളത് ആ സിറ്റുവേഷനിൽ എത്തുമ്പോഴായിരിക്കും ചിലപ്പോൾ മനസ്സിലാവുക. അധികമായാൽ അമൃതും വിഷവും എന്ന് പറയുന്നത് പോലെ ഒരു പരിധിക്കപ്പുറത്തേക്ക് ആഹാരം നമ്മളിതിങ്ങനെ ഇടുകയാണ്. നമ്മൾ കുറച്ച് രക്തവും മാംസവും ഒക്കെയുള്ള എല്ലുമൊക്കെയുള്ള ഒരു ജീവിയാണ്. ഇതിന് സർവൈവ് ചെയ്യാൻ ആവശ്യമുള്ള എനർജി മതി. അതിൽ കൂടുതൽ എനർജി ഇങ്ങോട്ട് വന്നാൽ കുറേ സ്റ്റോർ ചെയ്യും, മറ്റ് ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് സൂക്ഷിക്കുക. ഇതൊരിക്കലും ഒരു അനുകരിക്കപ്പെടേണ്ട മാതൃകയല്ല എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. അവരെന്ത് കഴിക്കണം എന്നുള്ളത്, ഇപ്പോൾ ഈ കോണ്ടന്റ് ക്രിയേറ്റർ എന്ത് കഴിക്കണം എന്നുള്ളത് അവരുടെ ഇഷ്ടമാണ്, എത്ര കഴിക്കണമെന്നുള്ളത് അവരുടെ ഇഷ്ടമാണ്, എന്ത് വേണേയും കഴിച്ചോട്ടെ, അതിലൊന്നും നമ്മൾ ഇടപെടുന്നില്ല. ഇതുപോലത്തെ കണ്ടന്റ് കാണുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ കുത്തിയിരുന്ന് കാണുക, കാര്യം നമ്മളും ഈ പറഞ്ഞ എല്ലാ സാധനങ്ങളൊക്കെ കഴിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് നിങ്ങൾ കാണുകയാണെങ്കിൽ കണ്ടോളൂ, ഇറ്റ്സ് ഓക്കെ. അതുപോലെ ഇവർ കഴിക്കുന്നവർ കഴിച്ചോട്ടെ. പക്ഷേ അനുകരിക്കപ്പെടേണ്ട ഒരു ട്രെൻഡല്ല ഇത് എന്നുള്ളത് ഒന്ന് മനസ്സിൽ വെക്കാം. നമുക്ക് മറ്റൊരു വളരെ രസകരമായ ഒരു റീല് കാണാം. ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് കാണണം, പഠിക്കാനുള്ളതാണ്. നമ്മൾ അന്യമതസ്ഥരെ പ്രണയിക്കുന്നതിൽ തെറ്റുണ്ടോ, അല്ലെങ്കിൽ പ്രണയത്തെയും മതത്തെയും സഭയെ എങ്ങനെ നോക്കിക്കാണും? നല്ല ചോദ്യം ആത്മരക്ഷയെ ബാധിക്കുന്നതൊന്നും ചെയ്യാൻ പാടില്ല. അത് പ്രണയമാണേലും കൊള്ളാം, വിവാഹമാണേലും കൊള്ളാം, ബിസിനസ് ആണേലും കൊള്ളാം, ജോലി ആണേലും കൊള്ളാം, എന്താണെങ്കിലും നിനക്ക് കോടിക്കണക്കിന് രൂപ വില വരുന്ന വജ്രാഭരണങ്ങൾ തന്നെ നൽകാൻ പോകുന്ന ഒരാള്, പക്ഷെ അത് ആത്മരക്ഷയെ ഹനിക്കൂ? ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ, ദാറ്റ്സ് എ പ്രിൻസിപ്പിൾ. ആത്മരക്ഷയെ ബാധിക്കുന്ന ബന്ധങ്ങൾക്ക് പോകരുത്, അത്രേ ഉള്ളൂ. നീയും അന്യമതസ്ഥയോ പ്രണയിക്കുവാണ്, അവന് നിന്നോട് ജെന്യുവിൻ പ്രണയമുണ്ട്. പക്ഷേ ഞാൻ ഒരു വിവാഹത്തിലേക്ക് കടന്നാൽ എൻ്റെ വിശ്വാസം, എൻ്റെ ദൈവം, ഇതെല്ലാം എനിക്ക് നഷ്ടപ്പെടുകയാണ്, എൻ്റെ ആത്മരക്ഷ അപകടത്തിലാവുകയാണ്. നമ്മളുടെ ഒരു പ്രത്യേകത, നമ്മൾ മാമോദീസ വെള്ളം വീണ പാർട്ടികളാണ്. നമ്മളെ കർത്താവ് സ്വന്തമാക്കിയതാണ്, സ്വന്തം രക്തം വിലയായി നൽകി. അങ്ങനെ ഇങ്ങനെയൊന്നും ഇട്ടേച്ചു പോകാൻ ശരിയാകത്തില്ല. അപ്പോൾ ആത്മരക്ഷയെ അപകടത്തിലാക്കുന്ന ബന്ധങ്ങൾ പാടില്ല. വേറെ കുഴപ്പമൊന്നുമില്ല. നമ്മൾ അന്യമതസ്ഥരെ പ്രണയിക്കുന്നതിൽ കുഴപ്പമുണ്ടോ? നീ ഒരു ക്രിസ്ത്യാനിയാണ്, അത് മനസ്സിൽ വെച്ചോണം, അതുകൊണ്ട് അന്യമതസ്ഥരൊന്നും കല്യാണം കഴിക്കാൻ പോകരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രോള് കിട്ടും. പുതിയ ജനറേഷനിലെ പിള്ളേരാണ്, അതെന്താ വെച്ചാൽ അങ്ങനെ ഒരു ടോക്ക് എന്നവർ ചിലപ്പോൾ തിരിച്ചു ചോദിക്കും. അപ്പോൾ പുള്ളി നൈസായിട്ട് ആത്മരക്ഷയെ ബാധിക്കുന്നുണ്ടോ? ഇത് ഞാനും കേൾക്കുന്ന സമയത്ത് ആലോചിച്ചു, ആത്മരക്ഷയെ ബാധിക്കും. ശരിയാണ്, നമ്മളൊരു റിലേഷൻഷിപ്പിൽ ഏർപ്പെടുമ്പോൾ, ഒരു ബിസിനസ് ആരംഭിക്കുമ്പോൾ, ഒരു യാത്ര ആരംഭിക്കുമ്പോൾ നമ്മുടെ ആത്മരക്ഷയെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരും ബോധവതികളൊക്കെ ആയിരിക്കണം. സെൽഫ് സേഫ്റ്റി അല്ലെങ്കിൽ സെൽഫ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അവനവൻ്റെ സേഫ്റ്റി കഴിഞ്ഞിട്ടുള്ള പരിപാടിയേ ഉള്ളൂ. പക്ഷേ ആത്മരക്ഷ നമുക്ക് കിട്ടുന്നത് നമ്മൾ ദൈവത്തിൽ വിശ്വസിച്ച് ദൈവം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്ന് പറയുന്നതിലേക്ക് പുള്ളിനെ വളച്ചു പറ്റി കൊണ്ടുവന്നില്ലേ. അത് ഭയങ്കര പരിപാടി കേട്ടോ. ഈ മതങ്ങളുടെ ഒരു പ്രത്യേകതയാണ്, അവർ ഈ ആത്മ എന്നുള്ളതും ആത്മാവ് എന്നുള്ളതും അവിടെ മറ്റേ ദൈവത്തിൻ്റെ സാധനം എല്ലാം കൂടി മിക്സ് ചെയ്ത് ഇതിനൊരു കുഴമ്പ് പരുവത്തിലാക്കി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അവരുടെ ആത്മരക്ഷ എന്ന് പറയുന്നത് നിൻ്റെ ആത്മാവിൻ്റെ രക്ഷ, നിൻ്റെ ആത്മാവിനെ നീ അവനിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അതിൻ്റെ രക്ഷ, അതാണ് ഇവർക്ക് ആത്മരക്ഷ എന്ന് പറയുന്നത്. അപ്പം ആ ആത്മരക്ഷയ്ക്ക് ഭംഗം വരുന്നത് കൊണ്ട് പിന്നെ നമ്മൾ മാമോദീസ വെള്ളം വീണ പാർട്ടികളാണ്, നമ്മളൊക്കെ ക്രിസ്ത്യാനികളാണ് എന്ന് പറയുന്ന പരിപാടിയാണ്. നമ്മൾ ക്രിസ്ത്യാനികളാണ്, നമ്മൾ മറ്റു മതത്തിൽ നിന്ന് കല്യാണം കഴിക്കരുത്. ഇതിപ്പോൾ ഒരു ഹിന്ദുവിനോട് ചോദിച്ചു കഴിഞ്ഞാലും അവർ അവരുടേതായിട്ടുള്ള രീതിയിൽ മാറ്റി മറിച്ചൊക്കെ പറയും. ഒരു മുസ്ലിമിനോട് എന്ന് ചോദിച്ചാൽ അവരും മാറ്റി മറിച്ചും ചുറ്റി വളഞ്ഞൊക്കെ കാര്യം പറയും. അൾട്ടിമേറ്റ്ലി നമ്മുടെ മത മേലധ്യക്ഷന്മാർക്ക്, മത പുരോഹിതന്മാർക്ക് നമ്മൾ മറ്റ് മതത്തിലുള്ള ആളുകളുമായി ചില സമയത്ത് സൗഹൃദം ഉണ്ടാക്കുന്നതിനോട് പോലും താല്പര്യമില്ല. അതുകൊണ്ടാണ് അതൊക്കെ അവരുടെ ആഘോഷമാണ്, ഇതൊക്കെ നമ്മുടെ ആഘോഷമാണ്, നമ്മൾ അവരുടെ ആഘോഷത്തിൽ പങ്കെടുക്കേണ്ട എന്നൊക്കെ പറയുന്ന ലൈറ്റായിട്ടുള്ള ചില വർഗീയ പരിപാടികളൊക്കെ ഇവർ നടത്തുന്നത്. ഈ അച്ഛന് ഇത്രേ പ്രശ്നമുള്ളൂ.
നീ വേറൊരു മഹത്യപ്പെട്ട ആളെ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ നീ നിൻ്റെ വിശ്വാസത്തിൽ നിന്നൊക്കെ നമുക്കൊരു കുഞ്ഞാടിൻ്റെ എണ്ണം കുറയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് പാടില്ല. ആത്മരക്ഷയാണ് അവിടുത്തെ മെയിൻ എന്ന് പറയുന്ന ഒരു പരിപാടിയാണ്. കർത്താവ് നമ്മളെ ഇങ്ങനെ പിടിച്ചിരിക്കുകയാണെന്ന്. കർത്താവെന്നല്ല കേട്ടോ, ഏത് ദൈവമാണെങ്കിലും അങ്ങനെ ഒരു മനുഷ്യനെ ചുറ്റി പിടിക്കുക എന്ന് പറയുന്നത് നമ്മുടെ സ്വാതന്ത്ര്യങ്ങളെ ലിമിറ്റ് ചെയ്യുക എന്നുള്ളതല്ലേ. നമുക്ക് ജീവിക്കാൻ പറ്റുന്ന എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കി തന്നിട്ടുണ്ട് എന്നിവർ പറയുന്ന അതേ ദൈവം തന്നെ നമ്മുടെ സ്വാതന്ത്ര്യങ്ങളൊക്കെ ലിമിറ്റ് ചെയ്ത് മുറുക്കെ പിടിക്കുക എന്ന് പറയുന്നത് കുറച്ച് കോമൺ സെൻസ് ഉള്ള ഒരു ദൈവമാണെങ്കിൽ അങ്ങനെ ചെയ്യും. നമ്മുടെ സ്വാതന്ത്ര്യങ്ങളെ ലിമിറ്റ് ചെയ്യാൻ പറ്റുന്ന അത്രയും സൗകര്യം നമുക്ക് തന്നാൽ പോരെ. ഇത്രയും സൗകര്യമുള്ളൊരു ലോകം വെറുതെ എന്തിനാണ് പുള്ളി ഉണ്ടാക്കി സമയം കളഞ്ഞത് എന്നൊക്കെ പറയുന്ന ചില മറുചോദ്യങ്ങളുണ്ട്. പക്ഷേ ആത്മരക്ഷ കണക്ട് ചെയ്ത് ചിരിച്ചുകൊണ്ടൊക്കെ അങ്ങനെ വന്നപ്പോൾ ആർക്കും തിരിച്ചു ചോദിക്കാനൊന്നുമില്ലല്ലോ. ഇനി ആത്മരക്ഷയ്ക്ക് ശേഷം നമ്മൾ മറ്റൊരു രക്ഷാ ദൗത്യം കാണുകയാണ്. മൂന്നാമത്തെ ദിവസമാണ് ഇവിടെ വന്ന് മാറ്റി കണ്ടില്ല. ഇന്നലെ ഉച്ചയായപ്പോൾ നിരാശപ്പെടും. ഉളിക്കാണ് ചിരിക്കുന്നോ? കൽപ്രതിമ ചിരിക്കുന്നു അത്ര. ഇതിൻ്റെ ക്യാപ്ഷൻ ഞാനൊന്ന് വായിക്കാം, എന്താ സംഭവം എന്നുള്ളത്. മിത്രക്കരി ദേവി ക്ഷേത്രത്തിൽ ആലിൻ്റെ ഉള്ളിൽ വിഗ്രഹം കണ്ടെത്തി, അതായത് ആൽമരത്തിൻ്റെ ഉള്ളിൽ ഒരു വിഗ്രഹം കണ്ടെത്തി. ഉത്സവം കഴിഞ്ഞുള്ള ദേവപ്രശ്നത്തിൽ ആലിനുള്ളിൽ ഒരാൾ ശ്വാസം മുട്ടി ഇരിപ്പുണ്ട് എന്ന് ജ്യോത്സ്യൻ പറഞ്ഞതിന് പ്രകാരം ആശാരി എത്തി 3 ദിവസം കൊണ്ടാണ് വിഗ്രഹം കണ്ടെത്തിയത്. അതായത് ഒരു ദേവപ്രശ്നമൊക്കെ നടത്തി കഴിഞ്ഞപ്പോൾ ആലിൻ്റെ ഉള്ളിൽ ഒരാൾ ശ്വാസം മുട്ടി ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു. ഇവർ ഉടനെ ഉളിയും ചുറ്റികയൊക്കെ ആയിട്ട് ആൽമരത്തിൻ്റെ ചുറ്റും ഇങ്ങനെ കാർവ് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ അതിനകത്തൊരു വിഗ്രഹം കണ്ടെത്തിയെന്ന്. അപ്പോൾ അത് ഭയങ്കര ഒരു സംഭവമൊക്കെ ആയിട്ട് കുറേ ആളുകൾ പറയുന്നുണ്ട്. എൻ്റെ മനസ്സിൽ ആദ്യം തോന്നിയൊരു സംശയം എന്ന് പറയുന്നത്, ഇവർ കൊടുത്തിരിക്കുന്ന ഫോട്ടോ കാണുമ്പോഴേ ആൽമരം ആദ്യം കൊത്തി സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ അകത്തൊരു വിഗ്രഹം വെച്ച് സെറ്റ് ചെയ്ത പോലെയാണ് ആദ്യം നമുക്ക് ഫീൽ ചെയ്യുന്നത്. അതൊന്ന്. പിന്നൊരു സാധ്യത, ഈ ആൽമരം എന്ന് പറയുന്നത് അതിങ്ങനെ വളർന്ന് വികസിച്ച് വരികയാണല്ലോ. അപ്പോൾ ആരെങ്കിലും ഈ ആൽമരത്തിൻ്റെ തുടക്കകാലത്ത് എപ്പോഴോ വെച്ചിട്ട് പോയൊരു വിഗ്രഹം ഇതിൻ്റെ വേരും പരിപാടിയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഒന്ന് മൂടിപ്പോയതായിരിക്കും. പിന്നെ മറ്റൊരു വലിയ സംശയം, ഈ ആൽമരത്തിൻ്റെ വേരിനുള്ളിൽ ശ്വാസം മുട്ടിയിരിക്കുകയായിരുന്നു ആര്? വിഗ്രഹം എന്ന് പറയുന്നത് ഒരു ദൈവിക സങ്കല്പമാണല്ലോ. അപ്പോൾ സ്വന്തമായിട്ടൊരു ആൽമരത്തിൽ നിന്ന് പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത, അല്ലെങ്കിൽ ശ്വാസം മുട്ടി ആലിൻ്റെ അടിയിൽ കഷ്ടപ്പെടേണ്ടി വന്നൊരു ദൈവത്തിന്, മനുഷ്യൻ രക്ഷിക്കേണ്ടി വന്നൊരു ദൈവത്തിന് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ഇത് കുറച്ചും കൂടി വിപുലമായിട്ട് കുറേ കൂടി വിശ്വാസികളൊക്കെ എത്തിച്ചേരുന്നു. വലിയൊരു അമ്പലവും പിന്നെ ഈ ഒരു പ്രതിഷ്ഠയുടെ കീഴിൽ വന്ന് നമ്മൾ പ്രാർത്ഥിച്ച് എന്നെ രക്ഷിക്കണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി അങ്ങോട്ട് പോകുന്നു. അതായത് സ്വന്തമായിട്ട് ആൽമരത്തിൻ്റെ വേരിൻ്റെ ഉള്ളിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റാത്ത ഒരാളുടെ അടുത്താണ് ഇനി നമ്മൾ എന്നിട്ട് എന്നെ രക്ഷിക്കണേ എന്ന് പറയേണ്ടി വരുന്നത്. അതിലൊക്കെയുള്ള കുറേ വൈരുദ്ധ്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ മനസ്സിലേക്ക് ഓടിയെത്തിയത് മോഹിനിയാട്ടം എന്ന് പറയുന്ന സിനിമയാണ്. ആ സിനിമ ഇപ്പോൾ കുറച്ച് ആളുകൾ നിരോധിക്കണം എന്നൊക്കെ പറഞ്ഞ് ബഹളം വെച്ച് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോഴാണ് അവർക്ക് കിട്ടിയ കൊട്ടെന്താണ് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഈ വിശ്വാസങ്ങളെ മുതലെടുക്കുന്ന ആളുകൾ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്, എല്ലാ നാട്ടിലും ഉണ്ടായിട്ടുണ്ട്, എല്ലാ തരത്തിലും ഉണ്ടായിട്ടുണ്ട്, എല്ലാ മതത്തിലും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഏത് കാര്യം വരുമ്പോഴും നമ്മൾ ചോദ്യം ചെയ്യും. ഞങ്ങൾ ദേവപ്രശ്നം നടത്തിയതാണ്, നിങ്ങൾ അതിനെ ചോദ്യം ചെയ്യരുത്. ഞങ്ങൾ കുറച്ച് പുരോഹിതന്മാർ വട്ടം കൂടി ഇരുന്ന് ആലോചിച്ചപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയാണ്, നിങ്ങൾ ചോദ്യം ചെയ്യരുത് എന്നൊക്കെ പറയുന്ന കടുത്ത വിശ്വാസികളോട് നമുക്ക് പറയാനുള്ളത്, വിശ്വാസങ്ങൾക്കെതിരെയല്ല നമ്മൾ സംസാരിക്കുന്നത്, തട്ടിപ്പിൻ്റെ സാധ്യതകളെ തുറന്നു കാണിക്കുക എന്നുള്ളതാണ്. ഇത്രയും വിശ്വാസികളെ പറ്റിക്കുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ വിശ്വാസികളല്ലേ ആദ്യം ചോദ്യം ചെയ്യേണ്ടത്. പക്ഷേ വിശ്വാസത്തിൻ്റെ പേരിൽ വിശ്വാസികൾ ചോദ്യം ചെയ്യേണ്ടതിനെ ചോദ്യം ചെയ്യില്ല. അപ്പം നമ്മൾ ഇങ്ങനെ ചോദിക്കും, എന്താ അങ്ങനെ, അതിൽ ചെറു പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ. ആ പ്രശ്നങ്ങൾക്കെല്ലാം കൃത്യമായ ഉത്തരം തന്നതിന് ശേഷം അത് ശരിയാണെന്ന് പറഞ്ഞോളൂ, അപ്പോൾ നമുക്കും കുഴപ്പമില്ല. ഇതിപ്പം ഈ റീലും ഇതിന് മുമ്പത്തെ റീലും ഒക്കെ ഈ വിശ്വാസികളെ ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്തു എന്ന് പറയുന്നൊരു തോന്നലുണ്ടാവാൻ സാധ്യതയുണ്ട്. വിശ്വാസികളോട് പറയാനുള്ളത്, നിങ്ങളെ അറ്റാക്ക് ചെയ്യുക എന്നുള്ളതല്ല ഉദ്ദേശം. നിങ്ങളെ ചില ആളുകൾ മുതലെടുക്കാനുള്ളൊരു സാധ്യതയുണ്ടല്ലോ, അത് നിങ്ങളൊന്ന് ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ ഇതിൻ്റെ അകത്ത് വേറെ ഒരു പരിപാടിയില്ല. എനിക്ക് ഈ പറയുന്ന മതങ്ങളോടൊന്നും ഒരു പ്രശ്നമില്ല. എൻ്റെയും നിൻ്റെയും സ്വതന്ത്ര ജീവിതത്തിന് ചോദ്യം ചെയ്ത് അതിൻ്റെ അകത്ത് കയറിയിരുന്ന് നമ്മുടെ സമാധാനം കളഞ്ഞ് നമ്മളെ തമ്മിത്തല്ലിക്കാൻ വേണ്ടി അവർ ഉരുമ്പിടുന്നത് വരെ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സൂചന ഒരു മതത്തിൻ്റെയോ മതമേലധ്യക്ഷൻ്റെയോ ഭാഗത്തുനിന്ന് വരുന്നത് വരെ എനിക്ക് മതത്തിനോട് ഒരു കുഴപ്പമില്ല. ഇവിടെ കമ്മ്യൂണിസ്റ്റുകാർ ജീവിക്കുന്നില്ലേ, കോൺഗ്രസ്സുകാർ ജീവിക്കുന്നില്ലേ, അതുപോലെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ബുദ്ധരും ജൈനരും ഒക്കെ ജീവിക്കട്ടെ. പക്ഷേ മനുഷ്യൻ്റെ മനസമാധാനം കളയുക, മനുഷ്യനെ മുതലെടുക്കുക, സാമ്പത്തികമായും മാനസികമായും ചൂഷണം ചെയ്യുക എന്നൊക്കെ പറയുന്നത് മോശമായിട്ടുള്ളൊരു കാര്യമാണ്. അതിനുള്ളൊരു സാധ്യത ഇവിടെ ഇല്ലേ എന്ന് പറയുന്നൊരു കാര്യം ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്ത വീഡിയോ ആണ്. പക്ഷേ ആ ചൂണ്ടിക്കാട്ടലിൽ നിങ്ങൾക്ക് വേദന ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ ചോദ്യത്തിനുള്ള
കൃത്യമായിട്ടുള്ളൊരു ഉത്തരം തരൂ. ദൈവപ്രശ്നത്തിൽ കണ്ടു കഴിഞ്ഞാൽ ഇത് ചോദിക്കരുത് എന്ന് പറയരുത്. ലോജിക്കലായിട്ട് നമുക്ക് കുറച്ച് വിശ്വസിക്കാനും ഉൾക്കൊള്ളാനും നമ്മുടെ കോമൺ സെൻസിന് സപ്പോർട്ടീവായിട്ടുള്ള അങ്ങനെ എന്തെങ്കിലുമൊക്കെ മറുപടികളുണ്ടെങ്കിൽ അത്തരം മറുപടികളും ഇതിന് മുമ്പത്തെ റീലുകളിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്ക് യോജിപ്പുള്ളതും വിയോജിപ്പുള്ളതും ഒക്കെ പരസ്പര ബഹുമാനത്തോടു കൂടി കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന് വിചാരിക്കുന്നു. എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അപ്പോൾ ശരി.